വളരെ കൃത്യമായി ക്രിസ്റ്റൽ ക്ലിയറായി നിങ്ങളുടെ റൂട്ട് തെറ്റാണ്, നിങ്ങൾ പോകുന്ന പോക്ക് തെറ്റാണ്, വിസ്ഡം വാദത്തിന്റെ അഖീദ തെറ്റാണ്. കാരണം ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല, ഹറാമേ ആകുള്ളൂ എന്നാണ് നിങ്ങളുടെ വാദം. അത് തെറ്റാണ്. ജിന്നിനോട് ഒരു മനുഷ്യൻ ഒറ്റപ്പെട്ടിട്ട് അവിടെ പരിസരത്തെവിടെങ്കിലും ഒരു ജിന്ന് ഉണ്ടാകുന്ന എഴുതിയിട്ട് എന്നെ സഹായിക്കണേ ജിന്നെ എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ്, ഷിർക്കാണ്, ഷിർക്കാണ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. യാ അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. അഊദു ബില്ലാഹിസ് സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറ അന വമനിത്തബഅനി വസുബ്ഹാനല്ലാഹ് വമാ അന മിനൽ മുശ്രിക്കീൻ. ആദരണീയനായ അധ്യക്ഷൻ, മണ്ഡലം മുജാഹിദ് സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ച മുഹമ്മദ് അലി മാസ്റ്റർ, വേദിയിലുള്ള ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച യൂസുഫ് അലി സുലാഹി, ഏറെ ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, സർവശക്തനും കാരുണ്യവാനും ജഗന്നിയന്താവുമായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മുടെ മേൽ വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മണ്ഡലങ്ങളിലും കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ സമ്മേളനങ്ങൾ നടക്കുകയാണ്. സംസ്ഥാന വ്യാപകമായി നവോത്ഥാനം പ്രവാചക മാതൃക എന്ന തലക്കെട്ട് സ്വീകരിച്ചുകൊണ്ടാണ് മുജാഹിദ് മണ്ഡലം സമ്മേളനങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത്. അടിസ്ഥാനപരമായ ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മലയാളി പൊതുസമൂഹത്തോട് പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു തലക്കെട്ടും മുജാഹിദ് പ്രചാരണ പ്രബോധന പ്രവർത്തനങ്ങളുമൊക്കെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. ഒതായി പോലെ ഒരു പ്രദേശത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയർത്തിയ പ്രബോധന രംഗത്തെ കൊടുങ്കാറ്റിനെ കുറിച്ചും വിപ്ലവത്തെക്കുറിച്ചും പരിവർത്തനങ്ങളെക്കുറിച്ചും മാറ്റങ്ങളെക്കുറിച്ചും ഒരുപാട് സുദീർഘമായൊന്നും ഞാൻ സംസാരിക്കേണ്ടി വരില്ലെന്നാണ് ഞാൻ കരുതുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്താരോടും ശത്രുതയില്ലാത്തൊരു പ്രവാചകൻ. അള്ളാഹുവിന്റെ റസൂലിനെ ഉപദ്രവിക്കുന്നവരോട് പോലും മാന്യമായി മാത്രം പ്രതികരിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലായതിൻ്റെ 1-ാം തീയതി മുതൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഈ സെക്കൻഡ് വരെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്.
നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ 1400 കൊല്ലം മുമ്പുള്ള മുഹമ്മദ് നബി അല്ലാത്ത വേറെ ആരോടാണ് ലോകത്ത് മനുഷ്യർക്ക് ശത്രുതയുള്ളത്? മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകൾ ഇന്നും അള്ളാഹുവിന്റെ പ്രവാചകനെ ചീത്ത പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെറി പറയുകയും അസഭ്യം പറയുകയും ചെയ്യുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ലോകത്ത് കലാപങ്ങളും സംഘർഷങ്ങളും അക്രമങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. കാശ്മീരിൽ പഹൽഗാമിൽ വേദനാജനകമായ ചില സംഭവങ്ങൾ ഉണ്ടായപ്പോ ലോകം മുഴുവൻ അതിന്റെ പേരിലുള്ള വേദന രേഖപ്പെടുത്തുകയുണ്ടായി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ടൂറിസ്റ്റുകൾ ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെട്ടതിനെ കുറിച്ചുള്ള നടുക്കം രേഖപ്പെടുത്തുന്ന ട്വീറ്റ് നൽകിയപ്പോ പ്രധാനമന്ത്രിയുടെ അഭിപ്രായ പ്രകടനത്തിന്റെ താഴെ പോയി മലയാളിയായ ഒരു മനുഷ്യൻ ഇത്തരത്തിലുള്ള അക്രമങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് 6-ാം നൂറ്റാണ്ടിലെ മുഹമ്മദ് നബിയുടെ അധ്യാപനങ്ങൾ വായിച്ചിട്ടാണ്. 6-ാം നൂറ്റാണ്ടിലെ മുഹമ്മദ് നബിയുടെ അധ്യാപനം വായിക്കുന്ന ഏതൊരു മനുഷ്യന്റെ കയ്യിൽ നിന്നും ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് 6-ാം നൂറ്റാണ്ടിലെ ഭീകരത പടരുന്നതിനെതിരെയുള്ള നിലപാടുകൾ താങ്കൾ സ്വീകരിക്കണം എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ട്വീറ്റിനിടയിൽ കമന്റ് എഴുതിയിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് തന്റെ ഫേസ്ബുക്ക് പേജിലിട്ടിട്ട് മലയാളികളോട് അദ്ദേഹം പറഞ്ഞു, ഭീകരവാദം ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണ് എന്ന് ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് അദ്ദേഹം നിലപാട് സ്വീകരിച്ചാൽ ഈ രോഗം നമ്മുടെ രാജ്യത്ത് നിന്ന് ഇല്ലാതാക്കാൻ കഴിയുമെന്ന്. അക്രമവും കലാപവും സായുധ പോരാട്ടവും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ നേരെ ആയുധം ചൂണ്ടി കൊല്ലുന്നതുമൊക്കെ മുഹമ്മദ് നബിയിൽ നിന്ന് കടന്നു വന്ന രോഗമാണ് എന്ന് പറയാൻ മലയാളികളുടെ കൂട്ടത്തിൽ നിന്ന് ആളുകൾ രംഗത്ത് വരുന്ന കാലത്താണ് ഞാനും നിങ്ങളും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി വീണ്ടും സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത് എല്ലാ മലയാളിയും അള്ളാഹുവിന്റെ റസൂലിനെ അടുത്തറിയണം എന്നാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൃത്യമായി പഠിക്കുന്ന പരിചയപ്പെടുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. ആരാണ് മുഹമ്മദ് നബി എന്ന് ചോദിച്ചാൽ ഈ രാജ്യത്ത് ജീവിക്കുന്ന, നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും വളരെ കൃത്യമായ ഉത്തരം പറയാൻ കഴിയുമാറ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തപ്പെടണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെയും മർമ്മങ്ങളെയും വസ്തുതകളെയും വളരെ കൃത്യമായി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും നാം ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തില്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ മാത്രം ബാക്കിയാകുന്ന, അള്ളാഹുവിന്റെ റസൂലിനെതിരെയുള്ള ആരോപണങ്ങൾ മാത്രം ആളുകളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള തെറ്റുധാരണകൾ മാത്രം അതിന് മാത്രം പ്രചാരണം ലഭിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടാകും. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് നമുക്കതറിയണം. അള്ളാഹുവിന്റെ പ്രവാചകനെ നമ്മൾ കൃത്യമായി പഠിക്കണം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് കടന്നു വന്ന് നിർവഹിച്ച ദൗത്യങ്ങളെ മലയാളി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ പരിചയപ്പെടുത്തണം. ക്രൈസ്തവ മിഷണറിമാർ ഒരു കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ മലയാളത്തിൽ പുസ്തകമെഴുതി. മലയാളി മുസ്ലിം മലയാളം വായിക്കാത്ത കാലത്ത്, മലയാളി മുസ്ലിം മലയാളം പഠിക്കരുതെന്ന് കരുതുന്ന, പഠിക്കുന്നത് തെറ്റാണ് എന്ന് കരുതുന്ന ഒരു കാലത്ത് മലയാളത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള പുസ്തകം വന്നു. അന്ന് സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങളാണ് ആ പുസ്തകത്തിന് മറുപടി എഴുതുന്നത്. നബി നാണയം എന്ന പേരിലാണ് ആ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടത്. കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലെ വലിയ സമ്പന്നരായ
മുസ്ലിം പ്രമാണിമാരുടെ വീടുകളിൽ കയറിയിറങ്ങി നാണയത്തുട്ടുകൾ ശേഖരിച്ച് ആ പുസ്തകത്തിന്റെ അച്ചടി നിർവഹിക്കുന്നത്. അങ്ങനെയാണ് നബി നാണയം എന്ന പേരിൽ പുസ്തകം ഇറങ്ങുന്നത്. അന്ന് മുതൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരും നേതാക്കന്മാരും ആരംഭിച്ച പ്രവർത്തനങ്ങളാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്ന, ആരോപണങ്ങൾക്ക് മറുപടി പറയുന്ന, യഥാർത്ഥത്തിലുള്ള റസൂലിന്റെ വ്യക്തിത്വം എന്താണ് എന്ന് കൃത്യമായി ആളുകളെ ബോധ്യപ്പെടുത്തുന്ന പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. നാം ഇന്നും അതിന്റെ പ്രവർത്തനങ്ങളുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്ന, പരിചയപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളുമായി നാം ഇന്നും മുന്നോട്ട് പോവുകയാണ്. ഇസ്ലാം ലോകത്ത് ഏറ്റവും അധികം ഭീഷണി ആശയപരമായി നേരിടുന്ന ഒരാശയമാണ്, ദർശനമാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാമിനെ തകർക്കാനാണ്, ഇസ്ലാമിനെ ഇല്ലാതാക്കാനാണ്, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ്, മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ലോകത്തെല്ലാ ഭാഗത്തും വലിയ പ്രചാരണങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിനെ ഉന്നം വെച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലക്ഷ്യം വെച്ചുമുള്ള വലിയ രൂപത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുമ്പോൾ ഇത് രണ്ടും എന്താണ് എന്ന് കൃത്യമായി നമുക്കറിയണം. പ്രത്യേകിച്ചും ഒരു കേരളത്തിലെ ഒരു മുജാഹിദ് പൊതുസമൂഹത്തിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ധാരണകൾ ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും പരിശുദ്ധ ഖുർആനിനെയും നിരന്തരമായി വായിക്കുകയും പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം. ആരൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചാലും ഞങ്ങൾ പിൻപറ്റുന്ന, ഞങ്ങൾ പിന്തുണക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നയാളാണ് എന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വളരെ കൃത്യമായി വ്യക്തമാക്കി കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ലോകത്ത് 2 തരം മുസ്ലിങ്ങളുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ്. ഒന്ന് നല്ല മുസ്ലിങ്ങളാണ്, വേറൊന്ന് ചീത്ത മുസ്ലിങ്ങളാണ്. ബാഡ് മുസ്ലിമും ഗുഡ് മുസ്ലിമും ഉണ്ട്. മുസ്ലിങ്ങൾ എല്ലാവരും നിങ്ങൾ ഒരുപോലെ കാണേണ്ടവരല്ല. നല്ല മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് സൂഫി പാരമ്പര്യമുള്ള മുസ്ലിങ്ങളാണ്. ചീത്ത മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് 6-ാം നൂറ്റാണ്ടിലെ പാരമ്പര്യമനുസരിച്ച് മാത്രമേ ഞങ്ങൾ ജീവിക്കുകയുള്ളൂ, ആ പൈതൃകമനുസരിച്ച് മാത്രമേ ഞങ്ങൾ ജീവിക്കുകയുള്ളൂ, 6-ാം നൂറ്റാണ്ടിലെ അധ്യാപനങ്ങൾ അനുസരിച്ച് മാത്രമേ ഞങ്ങൾ ജീവിക്കുകയുള്ളൂ എന്ന് വാശി കാണിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ചീത്ത മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. കാലത്തിനനുസരിച്ച് മാറാൻ തയ്യാറില്ലാത്ത, ലോകം പുരോഗമിക്കുമ്പോൾ പുരോഗതി പ്രാപിക്കുന്ന, ലോകത്തിന്റെ കൂടെ വരാൻ സന്നദ്ധരല്ലാത്ത, പഴഞ്ചനായ 6-ാം നൂറ്റാണ്ടിലെ തത്വങ്ങളെയും സിദ്ധാന്തങ്ങളെയും അറിഞ്ഞും കേട്ടും പഠിച്ചും അതിൽ ഉൾക്കൊണ്ടും അതിൽ നിലനിന്നും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള ഒരു കൂട്ടം മനുഷ്യരാണ് ഈ ലോകത്ത് ചീത്ത മുസ്ലിങ്ങൾ എന്ന പേരിൽ ചിത്രീകരിക്കപ്പെടുന്നവർ. സഹോദരങ്ങളെ, ഇതിന് രണ്ടിന്റെയും വ്യത്യാസം മനസ്സിലാക്കാൻ നമുക്കെങ്കിലും സാധ്യമാകണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരെങ്കിലും അനുധാവനം ചെയ്താൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരെങ്കിലും പിൻപറ്റി ജീവിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതിനനുസരിച്ചാണ് ഞാൻ ജീവിക്കുക എന്ന് ആരെങ്കിലും ഒരാൾ തീരുമാനമെടുത്താൽ, അങ്ങനെയുള്ളവരാണ് ചീത്ത മുസ്ലിങ്ങളായി ചിത്രീകരിക്കപ്പെടുന്നത്. എന്നാൽ ഞാൻ ജീവിക്കുന്നത് കാലത്തിനനുസരിച്ചാണ്, ലോകത്തിനനുസരിച്ചാണ് എന്ന് തീരുമാനമെടുക്കാൻ പരമ്പരാഗതമായ വിശ്വാസങ്ങളോടോ ഇസ്ലാമിക പാരമ്പര്യങ്ങളോടോ ഒരു പ്രതിബദ്ധതയില്ലാത്ത സൂഫി പാരമ്പര്യമുള്ളവർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാരെ കുറിച്ചാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നബി പറഞ്ഞതുപോലെ തന്നെ ആകണം എന്നവർക്ക് കണിശതയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നതുപോലെ തന്നെ ആകണം എന്നവർക്ക് നിർബന്ധമില്ല. അവർ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിൽ പ്രത്യേകിച്ച് ഒരു കണിശതയും കാണിക്കാതെ മുന്നോട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ നല്ല മുസ്ലിം എന്ന് പറയുന്നത് പഴഞ്ചൻ ഇസ്ലാമിന് പ്രതിനിധാനം ചെയ്യുന്നവരാണ്. ചീത്ത മുസ്ലിം പഴഞ്ചൻ ഇസ്ലാമിന് പ്രതിനിധാനം ചെയ്യുന്നവരാണ്. നല്ല മുസ്ലിം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ആചാരങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന, നമ്മുടെ നാട്ടിലുള്ള ആഘോഷങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന, നമ്മുടെ നാട്ടിലുള്ള സമ്പ്രദായങ്ങളെയൊക്കെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന അങ്ങനെയുള്ളവരെയാണ് നല്ല മുസ്ലിങ്ങൾ എന്ന രൂപത്തിൽ പരിചയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ, നമ്മുടെ നാട്ടിൽ ജന്മദിനാഘോഷങ്ങളുണ്ട്. അത് ഈ നാട്ടിൽ നിന്നുണ്ടായത്.
ജന്മദിനാഘോഷം എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ഒരു കൾച്ചറാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളിൽ ജന്മദിനാഘോഷമില്ല എന്ന് പറയുന്നവർ ചീത്ത മുസ്ലിങ്ങളാണ്. നമ്മുടെ നാടിൻ്റെ സാഹചര്യവും സംസ്കാരവും അനുസരിച്ചുകൊണ്ട് ഈ നാട്ടിൽ അങ്ങനെ ഒരു സംസ്കാരമുണ്ട്. അത് നമ്മളുടെ കൂടി കൾച്ചറിലേക്ക് അതിങ്ങനെ ഇഴുകിച്ചേർന്ന് അതുകൂടി സ്വീകരിക്കാൻ സന്നദ്ധരാകുന്നവർ അവരാണ് നല്ല മുസ്ലിങ്ങൾ എന്ന പേരിൽ വിളിക്കപ്പെടുന്നത്. ഇവിടെ 2 തരം മുസ്ലിങ്ങളെ സൃഷ്ടിക്കുകയാണ്. മുഹമ്മദ് നബിയെ അനുധാവനം ചെയ്യുന്നവർ ചീത്ത മുസ്ലിങ്ങളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളെ പരിഗണിക്കാത്തവർ നല്ല മുസ്ലിങ്ങളാണ്. ഇങ്ങനെ ചിത്രീകരിക്കുന്നത്, ഈ രൂപത്തിൽ മുസ്ലിങ്ങളെ 2 വിഭാഗമാക്കി അവതരിപ്പിക്കുന്നത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും ഇസ്ലാമിനോടും അതിൻ്റെ അടിത്തറകളോടുമുള്ള വെറുപ്പും വിരോധവും അകൽച്ചയും ബോധപൂർവം ആളുകൾക്കിടയിൽ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്. ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളെ സ്വീകരിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും മടി കാണിക്കുന്ന, അതിൽ നിന്ന് വിമുഖത കാണിക്കുന്ന ഒരു സാഹചര്യം ലോകത്തുണ്ടായി വരും. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യുമ്പോൾ അയാൾ ഒരു ചീത്ത മുസ്ലിമാണ് എന്ന രൂപത്തിലുള്ള ഒരു മുദ്ര അയാൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം വരും. 5 നേരം കൃത്യമായി പള്ളിയിൽ പോകുന്ന ഒരാൾ, അയാൾ മുഹമ്മദ് നബിയെ അനുധാവനം ചെയ്യുകയാണ്. നോമ്പെടുക്കുന്ന ഒരാൾ, അയാൾ മുഹമ്മദ് നബിയെ അനുധാവനം ചെയ്യുകയാണ്. വലത് കൈ കൊണ്ട് മാത്രമേ വെള്ളം കുടിക്കൂ എന്ന് തീരുമാനിക്കുന്ന ഒരാൾ, അയാൾ മുഹമ്മദ് നബിയെ അനുധാവനം ചെയ്യുകയാണ്. ഓരോ കാര്യത്തിലും മതപരമായ നിയമങ്ങൾ പാലിക്കുന്നവരൊക്കെ മോശപ്പെട്ടവരായി മാറുന്ന ഒരവസ്ഥയിലേക്ക് ലോകത്തുള്ള പ്രചാരണങ്ങളെ കൊണ്ടുപോവുകയാണ്. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നവോത്ഥാനം ഉണ്ടാക്കി എന്ന് നമുക്ക് പറയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ് പരിഷ്കരണം ഉണ്ടായി എന്ന് നമുക്ക് പറയേണ്ടത്. ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനെ ഉണ്ടാക്കാൻ കഴിയുക പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളെ പിൻപറ്റുമ്പോഴാണ് എന്ന് നമുക്ക് പറയാൻ കഴിയേണ്ടത് ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ്. മുഹമ്മദ് നബിയെ ആരെങ്കിലും അനുധാവനം ചെയ്താൽ അയാൾ മനുഷ്യന്റെ ശത്രു ആവുകയല്ല ചെയ്യുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരെങ്കിലും പിൻപറ്റിയാൽ അയാൾ കലാപകാരിയായിട്ടല്ല സമൂഹത്തിൽ ജീവിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പാത പിൻപറ്റി ജീവിക്കുന്നവർ അക്രമികളായിട്ടല്ല പ്രത്യക്ഷപ്പെടുക. അവർ ആയുധമെടുത്ത് ആരെയും നശിപ്പിക്കുന്നവരല്ല, ആരുടെയും സമാധാനത്തിനെതിരല്ല എന്ന് പ്രസംഗിക്കുന്നതിന് പകരം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൃത്യമായി അനുധാവനം ചെയ്ത് പിൻപറ്റി അത് ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തി കാണിച്ച് പഠിപ്പിച്ചു കൊടുക്കാനുള്ള വലിയ ബാധ്യതയും ഉത്തരവാദിത്വവുമാണ് വർത്തമാന കാലത്തും ലോകത്തും നമ്മളെപ്പോലെയുള്ള വിശ്വാസി സമൂഹത്തിന് നിർവഹിക്കാനുള്ളത്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവിച്ച കാലത്ത് തന്നെ ശത്രു ആഗ്രഹിച്ചത് തെറ്റായ ധാരണകൾ പരത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും പരിശുദ്ധ ഇസ്ലാമിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരായ തെറ്റായ പ്രചാരണങ്ങൾ നടക്കുമ്പോൾ ആളുകൾ ഇസ്ലാമിൽ നിന്ന് പിന്തിരിയും. ഇസ്ലാമിലേക്ക് ചേരാതെ, ഇസ്ലാമിന്റെ കൂടെ നിൽക്കാതെ, മുഹമ്മദ് നബിയോടൊപ്പം ചേരാതെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കാതെ അകന്നു പോകുന്ന സാഹചര്യം ഉണ്ടാവും. തുഫൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന കവിയായ എഴുത്തുകാരനായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഹറം സന്ദർശിക്കുന്നതിന് വേണ്ടി മക്കത്ത് വന്നപ്പോൾ മക്കയിലെ പ്രമുഖരായ ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ ചുറ്റും കൂടിയിട്ട് പറഞ്ഞു, തുഫൈൽ, താങ്കൾ ഞങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു വലിയ മനുഷ്യനാണ്. ഞങ്ങളെല്ലാവരും മക്കക്കാർ മുഴുവൻ അങ്ങയോട് വലിയ ആദരവും സ്നേഹവും ബഹുമാനമൊക്കെ ഉള്ളവരാണ്. പക്ഷേ താങ്കൾ ഇപ്പൊ മക്കയിൽ വന്നപ്പോ താങ്കളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ ഭയം തോന്നുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പിഴച്ച ചെറുപ്പക്കാരൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആളുകളെ സംസാരിച്ച് കുഴപ്പത്തിലാക്കുന്ന ഒരുത്തൻ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പാരമ്പര്യങ്ങളെയും പൈതൃകങ്ങളെയും പഴക്കമുള്ള വിശ്വാസങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ടുണ്ട്. താങ്കൾ മക്കയിൽ എവിടെയെങ്കിലും, മക്കയുടെ തെരുവിൽ എവിടെയെങ്കിലും വെച്ച് അവനെ കണ്ടുമുട്ടുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. താങ്കൾ ഹറമിനകത്ത് പോകുമ്പോ മസ്ജിദുൽ ഹറമിന്റെ പരിസരത്ത് എവിടെയെങ്കിലും വെച്ച് അയാളെ കണ്ടുമുട്ടുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. തുഫൈൽ, ഞങ്ങളുടെ പേടി താങ്കൾ പിഴച്ചു പോകുമെന്നതാണ്. ഞങ്ങളുടെ ഭയം
ആ മനുഷ്യനെ കണ്ട് അയാളോട് താങ്കൾ സംസാരിച്ചാൽ താങ്കൾ പിഴക്കും. താങ്കളിലൂടെ താങ്കളുടെ കുടുംബവും താങ്കളുടെ ഗോത്രം ഉൾപ്പെടുന്ന ഒരു വലിയ സമൂഹം മുഴുവൻ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഞങ്ങൾ അതിന് ഭയപ്പെടുന്നു. താങ്കൾ ആ ചെറുപ്പക്കാരനെ കാണാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അഥവാ ആ ചെറുപ്പക്കാരനുമായി മക്കയുടെ തെരുവിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യം താങ്കൾക്കുണ്ടായാൽ താങ്കൾ ഒരിക്കലും അയാൾക്ക് ചെവി കൊടുക്കരുത്, അയാളെ ശ്രദ്ധിക്കരുത്, അയാൾ പറയുന്നത് കേൾക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് തുഫൈൽ ഇബ്നു അംർ അദ്ദൗസി എന്ന് പറയുന്ന കവി അദ്ദേഹം മക്കയിലേക്ക് സ്വാഗതം ചെയ്യപ്പെടുന്നത്. ആളുകൾ പലരും പലതവണ ഇതിങ്ങനെ ആവർത്തിച്ചു പറഞ്ഞപ്പോ തുഫൈലിന് പേടിയായി. അദ്ദേഹം മസ്ജിദുൽ ഹറമിന്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോ തന്റെ 2 ചെവിയിലും പഞ്ഞി തിരികെ വെച്ചിട്ടാണ് ഹറമിനകത്തേക്ക് അദ്ദേഹം കയറി ചെന്നത്. അദ്ദേഹം ഹറമിനകത്തേക്ക് പ്രവേശിച്ചപ്പോ അദ്ദേഹത്തിന്റെ മനസ്സാക്ഷി അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു, തുഫൈൽ, താങ്കൾ ഇത്ര ഭീരുവാണോ? ഒരു ചെറുപ്പക്കാരൻ, മക്കയുടെ തെരുവിൽ എവിടെയുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട്, തുഫൈലെ, താങ്കൾ ഇത്ര കാലം വിശ്വസിച്ച വിശ്വാസമൊക്കെ തെറ്റാണ്, ഞാൻ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞാൽ ഇത്രയും കാലം വിശ്വസിച്ച വിശ്വാസമൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ആ ചെറുപ്പക്കാരന്റെ കൂടെ പോകാൻ മാത്രം ഇത്ര ഭീരുവാണോ? ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത, ഒരു കാര്യം കേട്ടാൽ കേട്ടത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത അത്ര ദുർബലനാണോ താങ്കൾ? തുഫൈലിന്റെ മനസ്സും മനസ്സാക്ഷിയും ഈ ചോദ്യം അയാളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. തുഫൈൽ ഇബ്നു അംർ പറയാണ്, ഞാൻ എൻ്റെ 2 കാതുകളിൽ നിന്നും പഞ്ഞിയെടുത്ത് ദൂരെ വലിച്ചെറിഞ്ഞു. എന്നിട്ട് മുഹമ്മദ് പറയുന്നത് എന്താണെങ്കിൽ കേൾക്കട്ടെ, ശരിയാണെങ്കിൽ തുഫൈൽ ആ ശരി സ്വീകരിക്കും, അത് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് വലിച്ചെറിയാനുള്ള കരുത്തുള്ള കാര്യബോധമുള്ള ഒരാളാണ് തുഫൈൽ എന്ന് അദ്ദേഹം സ്വയം പറഞ്ഞുകൊണ്ട് ഹറമിനകത്തേക്ക് കയറി ചെന്നു. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അദ്ദേഹം കണ്ടു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തുഫൈൽ ഇബ്നു അംർ അദ്ദൗസിയുമായി സംസാരിച്ചു. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അദ്ദേഹം ഓതി കേൾപ്പിച്ചു. ഹറമിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് തുഫൈൽ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണെന്ന് നിങ്ങൾക്കറിയോ? ചരിത്രത്തിൽ നമുക്ക് വികാരഭരിതമായി വായിക്കാൻ കഴിയും. തുഫൈൽ ഇബ്നു അംർ അദ്ദൗസി അദ്ദേഹം ഹറമിൽ നിന്നുകൊണ്ട് പറയാൻ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിച്ച മുസ്ലിമായിട്ടാണ്, ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിച്ച മുസ്ലിമായിട്ടാണ് തുഫൈൽ ഇബ്നു അംർ അവിടെ നിന്ന് ഹറമിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്നത്. ഞാൻ ഇത് പറയുന്നത് കേട്ടാൽ, ആളുകൾ അറിഞ്ഞാൽ, ആളുകൾ മനസ്സിലാക്കിയാൽ ഇസ്ലാം ദീനാണ് ശരി, മുഹമ്മദ് നബിയാണ് ശരി, പരിശുദ്ധ ഖുർആനാണ് ശരി എന്ന് മനസ്സിലാക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് നമ്മളെക്കാൾ കൂടുതൽ ഇതിനെപ്പറ്റി നന്നായി അറിയുന്നവർ നമ്മുടെ ശത്രുക്കളും നമ്മുടെ എതിരാളികളുമാണ്. അക്കാലത്താണെങ്കിലും ഇക്കാലത്താണെങ്കിലും അത് തന്നെയാണ് ഇതിന്റെ വസ്തുത എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ലബീദ് ഇബ്നു റബീഅ ഹറമിൽ മക്കയിൽ മസ്ജിദുൽ ഹറമിന്റെ ചുമരിൽ കൊണ്ടുവന്നിട്ട് കവിതകൾ എഴുതി തൂക്കിയിടും. ആ മുഅല്ലഖാത്ത് രചിച്ചിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതിന് ശേഷം പിന്നീട് ഉണ്ടായിരുന്നത് ലബീദ് ഇബ്നു റബീഅ. ആ ലബീദ് ഇബ്നു റബീഅ ഒരു കവിത എഴുതിയിട്ട് കഅബാലയത്തിന്റെ ചുമരിൽ തൂക്കിയിട്ടു. കഅബാലയത്തിന്റെ ചുമരിൽ കൊണ്ടുവന്നിട്ട് ഒരു കവിത തൂക്കിയിട്ടാൽ അതിന്റെ അർത്ഥം ഈ കവിതക്ക് സമാനമായ, ഇതിനോട് കടപിടിക്കുന്ന, അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു രചന ആർക്കെങ്കിലും സാധ്യമാണെങ്കിൽ അവരെഴുതട്ടെ എന്ന ഒരു വെല്ലുവിളിയാണ് കഅബാലയത്തിന്റെ ചുമരിൽ ഒരു കവിത തൂക്കുക എന്ന് പറഞ്ഞാൽ. ലബീദ് ഇബ്നു റബീഅ കൊണ്ടുവന്നിട്ട് ഒരു കവിത കെട്ടിത്തൂക്കി. അതിന്റെ അടുത്ത് സുഹാബികളുടെ കൂട്ടത്തിൽ നിന്നൊരാൾ പരിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ നിന്നുള്ള ഏതാനും വചനങ്ങൾ എടുത്തിട്ട് അതിന്റെ അടുത്ത് എഴുതി അവിടെ തൂക്കിയിട്ടു. ലബീദ് ഇബ്നു റബീഅ വരുമ്പോ, മക്കയിൽ അദ്ദേഹത്തെ കാലഘട്ടത്തിൽ സാഹിത്യ രംഗത്ത് വെല്ലുവിളിക്കാൻ ഒരാളുമില്ല. അങ്ങനത്തെ ഒരു നാട്ടിൽ തന്റെ കവിത വെച്ച് മണിക്കൂറുകൾ കഴിയുമ്പോ അതിന്റെ പരിസരത്ത് മറ്റൊരു രചനയോ? അദ്ദേഹം അറബിന്റെ അടുത്ത് ചുമരിന്റെ അടുത്ത് വന്നിട്ട്, വാതിൽ പടിക്ക വന്നിട്ട് അത് വായിച്ചു. ലബീദ് ഇബ്നു റബീഅയുടെ മനസ്സിൽ വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടായി, വലിയ കൊടുങ്കാറ്റുണ്ടായി. അദ്ദേഹം അറിയപ്പെട്ട വലിയ കവിയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പിൽക്കാലഘട്ടത്തിൽ പറഞ്ഞു, താങ്കൾ 2 വരി എന്നെ ചൊല്ലിക്കേൾപ്പിക്കുമോ എന്ന്. അദ്ദേഹം പറഞ്ഞു, ഉമറെ, ഞാൻ
കഅബാലയത്തിൽ പണ്ട് കവിത എഴുതി വെച്ചിട്ട് എന്റെ കവിതയുടെ തൊട്ട് പരിസരത്ത് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ എഴുതി വച്ചില്ലേ, ആ ആയത്തുകൾ വായിച്ചിട്ടാണ് ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായത്. ഞാൻ മുസ്ലിമായതിനു ശേഷം ഞാൻ എൻ്റെ ഒരു വരി കവിത പോലും ഞാൻ എൻ്റെ നാവ് കൊണ്ട് ചൊല്ലിയിട്ടില്ല. കവിത ചൊല്ലണമെന്ന് തോന്നുമ്പോഴൊക്കെ പരിശുദ്ധ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യാറാണ് പതിവെന്ന് പറഞ്ഞ ലബീദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, ആര് വായിച്ചാലും അവർ ഖുർആനിന്റെ അനുയായികളായി മാറും. ആര് പഠിച്ചാലും അവർ പരിശുദ്ധ ഖുർആനിനെ പിൻപറ്റുന്നവരായി മാറും. ഡച്ച് രാഷ്ട്രീയത്തിലെ വളരെ പ്രഗത്ഭനായ ഒരു മനുഷ്യൻ, അദ്ദേഹം പരിശുദ്ധ ഖുർആനിനെതിരെയും ഇസ്ലാമിനെതിരെയും വലിയ പ്രചാരണങ്ങൾ നടത്തി. ഇസ്ലാം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ വിഷം, അതിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇസ്ലാമിനെതിരെയാകണം. വലതുപക്ഷ തീവ്രവാദ പാർട്ടിയുടെ, ഡച്ച് രാഷ്ട്രീയത്തിലെ വലതുപക്ഷ തീവ്രവാദ പാർട്ടിയുടെ നേതാവായിരുന്നു ആ മനുഷ്യൻ. അദ്ദേഹം ഇസ്ലാമിനെതിരെ, പള്ളി നിർമ്മാണത്തിനെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ, മുസ്ലിം കുടിയേറ്റക്കാർക്കെതിരെ വലിയ പ്രചാരണങ്ങൾ നടത്തി. ഇന്നും നിങ്ങൾക്ക് ജോർജ് ക്ലവേരൻ എന്ന് ഗൂഗിൾ ചെയ്താൽ, ഇപ്പൊ നിങ്ങൾക്ക് യൂട്യൂബിൽ എടുത്താൽ അദ്ദേഹത്തെ കാണാൻ കഴിയും. ആ മനുഷ്യൻ ഇസ്ലാമിനെ വിമർശിക്കുമ്പോ ഇസ്ലാമിനെതിരെ ഒരു വലിയ പുസ്തകം എഴുതാൻ, ഒരു വലിയ ഗ്രന്ഥമിറക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ആ പുസ്തകരചന തുടങ്ങി അതിന്റെ പകുതിയാകുമ്പോ അദ്ദേഹത്തിന് തോന്നി, ഞാൻ ഈ എഴുതുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ആധികാരികമായി ഖുർആനിൽ ഇന്ന അധ്യായത്തിൽ ഇന്ന ഭാഗത്ത് പറയുന്നു എന്ന് പറഞ്ഞ് ഫൂട്ട് നോട്ട് കൊടുത്ത് ആധികാരികമായിട്ടാകണം എന്റെ ഗ്രന്ഥം ഇറങ്ങുന്നത് എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പരിശുദ്ധ ഖുർആൻ അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിക്കാൻ തുടങ്ങി. അദ്ദേഹം തന്നെ പറയാണ്, ഖുർആൻ പകുതി വായിച്ചു കഴിഞ്ഞപ്പോ പകുതി എഴുതി തീർത്ത് എന്റെ ഗ്രന്ഥമെടുത്ത് ഞാൻ ചവറ്റുകൊട്ടയിലിട്ടു. ഞാൻ ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായി. ലോകത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും നമ്മുടെ കാലത്തും ഖുർആൻ വായിക്കുന്നവർ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുന്നവർ, പഠിക്കുന്നവർ, പരിചയപ്പെടുന്നവർ, അവർക്കൊക്കെ മാറ്റം ഉണ്ടാകുകയാണ്, വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാകുകയാണ്. അവരുടെ മനസ്സിനകത്ത് പരിശുദ്ധ ഖുർആൻ വലിയ സ്വാധീനങ്ങൾ ഉണ്ടാക്കുകയാണ്, വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ്. സഹോദരങ്ങളെ, പരമ്പരാഗത മുജാഹിദ് മഹല്ലുകളിൽ നമ്മൾ വലിയ പരിശോധന നടത്തേണ്ടതുണ്ട്. പരമ്പരാഗത മുജാഹിദ് മഹല്ലുകളിൽ നമ്മൾ വലിയ തോതിലുള്ള ഒരു ചർച്ചക്ക്, പഠനത്തിന് നമ്മുടെ മഹല്ലുകളെയും പ്രദേശങ്ങളെയും വിധേയമാക്കേണ്ടതുണ്ട്. എടത്തനാട്ടുകര പോലെയുള്ള, എടവണ്ണ പോലെയുള്ള, ഒതായി പോലെയുള്ള, അരീക്കോട് പോലെയുള്ള, പുളിക്കൽ പോലെയുള്ള പ്രദേശങ്ങൾ വലിയ പരിശോധനകൾക്ക് നാം വിധേയമാക്കേണ്ടതുണ്ട്. ഒരു അടുത്ത തലമുറയെ, വരാൻ പോകുന്ന ഒരു അടുത്ത തലമുറയെ എത്ര കണ്ട് ഇസ്ലാഹി പ്രസ്ഥാനവും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങളും സ്വാധീനിക്കുന്നു എന്ന് നാം ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ തൊട്ടു മുമ്പത്തെ ഒരു തലമുറ ഉണ്ടായിരുന്നു, പരിശുദ്ധ ഖുർആൻ കേട്ട്, ഖുർആൻ ക്ലാസുകൾ കേട്ട്, ഉസ്താദുമാരുടെ, പണ്ഡിതന്മാരുടെ, മൗലവിമാരുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നിരന്തരമായി ഖുർആൻ കേട്ടും അറിഞ്ഞും അതിന്റെ ആശയങ്ങൾ പഠിച്ചും മനസ്സിലാക്കിയും ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ആളുകൾ. അവർ പരിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള ധാരണകളോടുകൂടെയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിച്ച ഒരു സംഭവം ഞാൻ എപ്പോഴും പറയാറുണ്ട്. സഹോദരങ്ങളെ, കോതമംഗലം പ്രദേശത്ത് പോയപ്പോ അവിടുത്തെ ഒരു വല്ലിപ്പ, 19 വയസ്സ് പ്രായമുണ്ട് ആ മനുഷ്യന്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ഒരാളാണ്. ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത് പരിശുദ്ധ ഖുർആനിന്റെ മുഹമ്മദ് അമാനി മൗലവി എഴുതിയ പരിഭാഷ വായിച്ചിട്ടാണ് ഞാൻ മുജാഹിദാകുന്നത്. ആരുടെയും പ്രസംഗം കേട്ടിട്ടല്ല. ഞാൻ മുജാഹിദുകളുടെ സമ്മേളനത്തിന് പോയിട്ട് മുജാഹിദ് ആയ ആളല്ല. ഞാൻ മുഹമ്മദ് അമാനി മൗലവിയുടെ മുജാഹിദുകളുടെ സമ്മേളനത്തിന് എൻ്റെ മകൻ പോയി. അറബി മുൻഷിയാണ് അവൻ, അയാളുടെ വാക്കാണ്. എൻ്റെ മകൻ അറബി മുൻഷിയാണ്. അവൻ മുജാഹിദുകളുടെ സമ്മേളനത്തിന് പോയി. എന്നിട്ട് സമ്മേളനം കഴിഞ്ഞ് അവൻ തിരിച്ചു വരുമ്പോ മുഹമ്മദ് അമാനി മൗലവിയുടെ 4 വോള്യം പരിഭാഷ കൊണ്ടുവന്നിട്ട് എൻ്റെ വീട്ടിൽ അലമാരയിൽ വെച്ചു. ഞാൻ അതെടുത്ത് വായിച്ചു. ഫാത്തിഹ സൂറത്ത് വായിച്ചു, അൽ ബഖറ വായിച്ചു. ഞാൻ ആ 4 വോള്യം 80 വയസ്സുള്ള, വായിക്കുമ്പോ കണ്ണട ഉപയോഗിക്കാത്ത ആ വല്ലിപ്പ, അയാൾ പറയാണ്, 4 വാള്യം ഞാൻ അത് മുഴുവനും വായിച്ചു തീർത്തു. ഞാൻ അങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരും. വാപ്പാന്റെ മകൻ, വലിയ മുജാഹിദായ വാപ്പാന്റെ മകനും പേരക്കുട്ടിയുമാണ്, അതുകൊണ്ട് അയാളും മുജാഹിദാണ് എന്ന രൂപത്തിലല്ല. സത്യസന്ധമായി
ഒരു മലയാളി പച്ച മനുഷ്യന്റെ മുമ്പിൽ കൊണ്ടുപോയി നിങ്ങൾ ഖുർആൻ തുറന്നു വച്ചാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരു പച്ച മലയാളി മനുഷ്യന്റെ മുമ്പിൽ കൊണ്ടുപോയി നിങ്ങൾ അയാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥവും ആശയും പഠിപ്പിച്ചു കൊടുത്താൽ കേരളത്തിൽ ഒരു സംഘടനയിലേക്ക് മാത്രമേ ഖുർആൻ വായിക്കുന്ന ഒരുത്തന് കടന്നു വരാൻ കഴിയൂ. അതിലേക്ക് മാത്രമേ ഒരാളുടെ മനസ്സിന് പരിവർത്തനം വരൂ. ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഞാനിത് ഇങ്ങനെ പറയുന്നത് എന്തിനാണെന്നറിയോ? നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ പേരക്കുട്ടികളെയും നമ്മുടെ തലമുറയെയും വരാൻ പോകുന്ന അടുത്ത ജനറേഷനെയും പരിശുദ്ധ ഖുർആൻ എങ്ങനെ സ്വാധീനിക്കുന്നു, എത്രത്തോളം സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് അതിസുന്ദരമായ പള്ളിയുണ്ട്, വലിയ മദ്രസയുണ്ട്, നമ്മുടെ പ്രദേശത്തെ മക്കളൊക്കെ പള്ളിയിൽ വരുന്നുണ്ട്, മദ്രസയിൽ പോകുന്നുണ്ട് എന്നൊക്കെ കേവലമായി ആശ്വസിക്കുന്നതിന് പകരം പരിശുദ്ധ ഖുർആൻ കേൾക്കുന്ന, അറിയുന്ന, പഠിക്കുന്ന, അതിനെപ്പറ്റി ചിന്തിക്കുന്ന, അത് മനസ്സിലാക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറണം എന്ന് നാം ചിന്തിക്കണം. ഖുർആൻ സ്വാധീനിച്ചാൽ ഒരപകടത്തിലും പെടാതെ, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ലഹരി മാരകമായ, അതിമാരകമായ വിപത്തായി ലഹരി സമൂഹത്തെ ആകമാനം ഏതെങ്കിലും ഒരു നാടിനെയോ ഏതെങ്കിലും കുറച്ച് കൗമാരപ്രായത്തിലുള്ള ആൺകുട്ടികളെയോ പെൺകുട്ടികളെയോ ഒന്നുമല്ല, അടുക്കളക്കകത്ത് ജോലി ചെയ്യുന്ന വീട്ടമ്മമാരെ, അടുക്കളകൾക്കകത്ത് ജോലി ചെയ്യുന്ന വീട്ടമ്മമാരെ മാരകമായ രീതിയിൽ ലഹരി സ്വാധീനിക്കുന്ന ഒരു കാലത്ത് പെൺകുട്ടികൾ, ആൺകുട്ടികൾ ലഹരി ഉപയോഗിക്കുന്ന അതേ അളവിലോ തോതിലോ ഒരൽപ്പം കൂടുതലോ പെൺലോകത്തേക്ക്, പെൺകുട്ടികളുടെ ലോകത്തേക്ക് ലഹരി കടന്നു കയറുന്ന ഒരു കാലത്ത് ഇന്ന് കോഴിക്കോട് എയർപോർട്ടിൽ ലഹരി ഉൽപ്പന്നങ്ങൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട, അതിന്റെ കൂടെ ലഹരി ഉൽപ്പന്നങ്ങളുടെ കൂടെ പിടിക്കപ്പെട്ടത് 3 സ്ത്രീകളാണ്. ഇന്ന് വൈകുന്നേരത്തെ കരിപ്പൂരിലെ വാർത്തയാണ്. സ്ത്രീകളിലേക്ക്, പെൺകുട്ടികളിലേക്ക് ആണുങ്ങൾക്കുള്ളതുപോലെ അതിനേക്കാൾ മാരകമായ രൂപത്തിൽ ലഹരി പടർന്ന് പന്തലിക്കുന്ന ഒരു കാലത്ത് ലഹരി മാത്രമല്ല, ഏത് തരത്തിലുള്ള പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും ആത്യന്തികമായ പരിഹാരം എന്ന് പറയുന്നത് ആളുകൾക്ക് മതബോധം ഉണ്ടാകലാണ്, പടച്ചോനെ കുറിച്ചുള്ള വിചാരം ഉണ്ടാകലും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാകലുമാണ്. അതുണ്ടാകുക, അത് മനുഷ്യരുടെ മനസ്സിനകത്തുണ്ടാകുക പരിശുദ്ധ ഖുർആനിൽ നിന്നാണ്. അതുകൊണ്ട് ഖുർആൻ എനിക്ക് എത്രത്തോളം അറിയും, ഞാനും ഖുർആനും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്, ഈ പരിശോധനയാണ് നിർബന്ധമായും ഓരോ മുജാഹിദിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. എൻ്റെ വീടും ഖുർആനും തമ്മിലുള്ള ബന്ധം എന്താണ്, എൻ്റെ ഭാര്യയും പരിശുദ്ധ ഖുർആനും തമ്മിലുള്ള ബന്ധം എന്താണ്, എൻ്റെ മക്കളും പേരക്കുട്ടികളും ഖുർആനും തമ്മിലുള്ള ബന്ധം എന്താണ്. കേരള നദുവത്തുൽ മുജാഹിദിന്റെ പാഠ്യപദ്ധതി അനുസരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന മദ്രസയിൽ 5ാം ക്ലാസ് പൊതുപരീക്ഷ എഴുതിയിട്ടുണ്ട് എൻ്റെ മകൻ എന്നല്ല, അതിൻ്റെ അപ്പുറത്ത് ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥമറിയുന്നവരാണോ? പരിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും സൂറത്തുകൾ മനപ്പാടമുണ്ടോ? വിദേശത്ത് പോയപ്പോ ഒരു മനുഷ്യനെ പരിചയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ മുസ്ലിം പെൺകുട്ടികൾക്കും 10 വയസ്സിനും 20 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ മുസ്ലിം പെൺകുട്ടികൾക്കും സൂറത്ത് നൂറിന്റെയും സൂറത്ത് അഹ്സാബിന്റെയും അമാനി മൗലവിയുടെ പരിഭാഷ 2 സൂറത്തിന്റെ മാത്രം എടുത്തിട്ട് അത് പുസ്തകങ്ങളാക്കിയിട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ മുസ്ലിം പെൺകുട്ടികൾക്കും വിതരണം ചെയ്യുമെന്ന് നിങ്ങൾ ഉറപ്പ് തന്നാൽ അതിൻ്റെ സാമ്പത്തിക ബാധ്യത ഞാൻ വഹിച്ചുകൊള്ളാം. നിങ്ങൾ ഇരിക്കുന്ന ആർക്കെങ്കിലും അതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. ഒരാൾ പറയാൻ, ഒരു മനുഷ്യൻ പറയാൻ, അദ്ദേഹം ഒരു വാഗ്ദാനം ചെയ്യാൻ, അതിൻ്റെ സാമ്പത്തിക ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൽ നിന്ന് 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിന്റെയും 24-ാം അധ്യായം സൂറത്ത് നൂറിന്റെയും പരിഭാഷകളും വ്യാഖ്യാനങ്ങളും എടുത്തിട്ട് ഈ 2 അധ്യായങ്ങളെ മാത്രം 2 പുസ്തകങ്ങളാക്കിയിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 10നും 20നും പ്രായമുള്ള മുഴുവൻ മുസ്ലിം പെൺകുട്ടികൾക്കും നിങ്ങൾ വിതരണം ചെയ്യുമെന്ന് ഉറപ്പ് തന്നാൽ അതിന് എത്ര ലക്ഷം രൂപയാണോ ആവശ്യമായി വരിക അത് ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. നമ്മുടെ കുട്ടികളെ കുറിച്ച്, അവർക്ക് പെൺകുട്ടികൾ അവർ വളർന്നു വരുമ്പോ
ഇന്ന രൂപത്തിൽ സംഭവിക്കുന്നു, ഇന്ന രൂപത്തിൽ സംഭവിക്കുന്നു, ഇന്ന രൂപത്തിൽ സംഭവിക്കുന്നു. അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു, പെരുമാറ്റത്തിൽ മാറ്റം വരുന്നു, സംസ്കാരത്തിൽ മാറ്റം വരുന്നു, ആണുങ്ങളുമായി ഇടകലരുന്നു, അവർ നിയമങ്ങൾ പാലിക്കാതിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ മക്കളെ കുറിച്ച് പരാതി പറയും. ഒരു 10 കൊല്ലം മുമ്പത്തെ പെണ്ണുങ്ങൾ എത്ര നല്ല രൂപത്തിലാണ് പെൺകുട്ടികൾ, അങ്ങാടിയിലൊക്കെ അവർ എത്ര മര്യാദയോടുകൂടെ ഉണ്ടായിരുന്നത്. ബസ് സ്റ്റോപ്പ് നിൽക്കുമ്പോൾ എന്തൊക്കെ രീതിയിൽ നല്ല രൂപത്തിലാണ് ഒരു 10 കൊല്ലം മുമ്പ് 15 കൊല്ലമൊക്കെ മുമ്പ് ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ പെൺകുട്ടികൾ ബസ്സിൽ അവർ കാട്ടിക്കൂട്ടുന്നത് കണ്ടാല്, ബസ് സ്റ്റാൻഡിൽ അവർ കാട്ടിക്കൂട്ടുന്നത് കണ്ടാല് എന്നൊക്കെ നമ്മൾ പരാതി പറയും. ആരെക്കുറിച്ചാണ്? നമ്മുടെ മക്കളെ പറ്റി. നമ്മുടെ മക്കളെ പറ്റി. അങ്ങാടിയിലുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും അവർ നമ്മുടെ മക്കളാണ്. നമ്മുടെ മക്കളാണ് അവർ ജീവിക്കുന്നത് നമ്മൾ ചെറിയ പ്രായത്തിൽ ജീവിച്ച കാലത്തോ ലോകത്തോ അല്ല അവർ ജീവിക്കുന്നത്. അവർ ജീവിക്കുന്ന കാലത്തിന്റെ സംസ്കാരങ്ങളൊക്കെ സ്വാധീനിക്കും. അവർ ജീവിക്കുന്ന കാലത്തിന്റെ എല്ലാ തരത്തിലുള്ള രോഗങ്ങളും അവരെ ബാധിക്കും. അത് രോഗിയുടെ കുറ്റമല്ല. രോഗം ഉണ്ടാകുന്നത് രോഗിയുടെ കുറ്റം കൊണ്ടല്ല. ആ രോഗി താമസിക്കുന്ന ചുറ്റുപാടിന്റെ, അയാൾ കുടിക്കുന്ന വെള്ളം രോഗത്തിന് കാരണമായി തീരും. അയാൾ കഴിക്കുന്ന ഭക്ഷണം രോഗത്തിന് കാരണമായി തീരും. അയാൾ ശ്വസിക്കുന്ന വായു രോഗത്തിന് കാരണമായി തീരും. രോഗം വന്നപ്പോ ആ രോഗിയെ നോക്കിയിട്ട് പണ്ടത്തെ തലമുറക്കൊക്കെ വലിയ ആരോഗ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ രോഗം പിടിച്ച ആൾക്കാരാണ് എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ കൗമാരപ്രായത്തിലുള്ളവരെ കുറ്റപ്പെടുത്തുന്നത്. രോഗം വരാതിരിക്കാനുള്ള, അപകടങ്ങളിൽ പോയി പെടാതിരിക്കാനുള്ള, അധാർമികതകളിൽ അകപ്പെടാതിരിക്കാനുള്ള എന്ത് സൂക്ഷ്മതയാണ്, ഏത് തരത്തിലുള്ള ഒരു ജാഗ്രതയാണ് മക്കളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അള്ളാഹു നൽകുന്ന ചില ഉറപ്പുകളുണ്ട്, നമുക്കതിൽ പ്രതീക്ഷ വേണം. അല്ല, ആ ഉറപ്പുകളെ, അള്ളാഹു നൽകുന്ന ഉറപ്പുകളെ 100% വിശ്വസിക്കാൻ നമുക്ക് സാധ്യമാകണം. ഇന്നഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതി ഹിയ അഖ്വം. ഇന്നഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതി ഹിയ അഖ്വം. പരിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യനെ ഏറ്റവും നല്ല മാർഗത്തിലൂടെയാണ് വഴി നടത്തുക. തീർച്ചയായും പരിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യനെ ഏറ്റവും നല്ല വഴിയിലൂടെയാണ്, ഏറ്റവും നല്ല മാർഗത്തിലൂടെയാണ് വഴി നടത്തുക. നിങ്ങളുടെ +2 പഠിക്കുന്ന പെൺകുട്ടിയെ ഒന്ന് അടുത്തിരുത്തിയിട്ട് ഖുർആൻ വെറുതെ ഒന്ന് തുറന്നു പിടിച്ചിട്ട് ഒന്ന് ഓതുമോളെ എന്ന് നിങ്ങളൊന്ന് പറയേ. +2 പഠിക്കുന്ന നിങ്ങളുടെ മകളോട് നിങ്ങൾ ആ ഖുർആൻ ഒന്ന് തുറന്നു പിടിച്ചിട്ട് ഇതൊന്ന് ഓതുമോളെ എന്ന് പറയേ. തപ്പിത്തടയാതെ ഫ്ലുവന്റായി ഓതുന്ന ഒരു പെൺകുട്ടി, 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി നമ്മുടെ കൂട്ടത്തിൽ എത്ര ബാപ്പമാർക്കുണ്ടാകും? വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ചിന്തിക്കുക. ഫാത്തിഹ സൂറത്തെടുത്തിട്ട് നമ്മൾ നമ്മുടെ മക്കളോട്, കോളേജിൽ പഠിക്കുന്ന ആൺകുട്ടിയോട് പെൺകുട്ടിയോട് നമ്മൾ പറയുക, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം. എന്താണ് ഈ ഗൈറിൽ മഗ്ദൂബി അലൈഹിം? നിങ്ങളൊന്ന് ചോദിക്ക്, എന്താണ് ഈ ഗൈറിൽ മഗ്ദൂബി അലൈഹിം? അതാരെക്കുറിച്ചാണ്? എന്താണ് ഈ പറയുന്നത് എന്ന് നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന നിങ്ങളുടെ കുട്ടിയോട് ചോദിക്ക്. ആ കുട്ടിയുടെ പിഴച്ചു പോകുന്നുവെങ്കിൽ, അബദ്ധം പറ്റുന്നുവെങ്കിൽ, അപകടം പറ്റുന്നുവെങ്കിൽ, വീഴ്ച സംഭവിക്കുന്നുവെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള തിന്മകളിൽ പോയി അകപ്പെടുന്നുവെങ്കിൽ അത് ആ കുട്ടിയുടെ മാത്രം കുറ്റം കൊണ്ടാണോ? ഒരിക്കലും നമ്മൾ നമ്മുടെ മക്കളെ ആക്ഷേപിച്ച് പറയരുത്, അവരെ കുറ്റപ്പെടുത്തി പറയരുത്. നമ്മൾ അവർക്ക് നൽകേണ്ടുന്നത് നൽകാൻ, അവർക്ക് കിട്ടേണ്ടുന്ന പ്രായത്തിൽ അവർക്ക് കൃത്യമായി നൽകാൻ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം, അതിനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണം. കുടുംബത്തിലും വീട്ടിലുമൊക്കെ. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോ, ആ വീട്ടിൽ സുഹൃത്താണ്, അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോ ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നിടത്ത് ഒരു വൈറ്റ് ബോർഡും അതുമ്പേ എഴുതാൻ മാർക്കറും സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് ഒരു ട്യൂഷൻ ക്ലാസ്സിന്റെ പ്രതീതിയുണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ. ഞാനപ്പോൾ അവിടുത്തെ കുട്ടിയോട് ചോദിച്ചു, 5ാം ക്ലാസ് പഠിക്കുന്ന ആൺകുട്ടിയോട് ചോദിച്ചു, ഇതെന്താണ് മോനെ ഒരു ക്ലാസ് റൂമിനെ പോലെ? അപ്പൊ ആ കുട്ടി പറഞ്ഞു, ഇത് ഉപ്പ വാങ്ങിക്കൊണ്ടുവച്ചതാണ്. ഈ ബോർഡും മാർക്കറും പേനയും ഇതൊക്കെ ഉപ്പ വാങ്ങിക്കൊണ്ടുവച്ചതാണ്. ഇവിടെ അടുത്ത പള്ളിയിൽ ഒരു ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്. വർക്കിംഗ് ഡേയ്സിൽ രാവിലെ 7 മണി മുതൽ 8 മണി വരെയാണ് ആ ക്ലാസ് ഉള്ളത്. അപ്പൊ ഉമ്മാക്കോ ഞങ്ങളെന്ന് പറയുന്നത് അവനും അനുജത്തി കുട്ടിയുണ്ട്, ഞങ്ങൾക്കാർക്കും ആ ക്ലാസ്സിന് പോകാൻ കഴിയില്ല. ക്ലാസ്സിന് പോകാറുള്ളത് വാപ്പ മാത്രമാണ്. വാപ്പ ആ ക്ലാസ്സിന് പോയി തിരിച്ചു വരുമ്പോ അന്ന് അവിടെ പഠിപ്പിച്ച ഒരായത്ത് അല്ലെങ്കിൽ 2 ആയത്ത് അതിന്റെ അർത്ഥം ഈ ബോർഡിൽ എഴുതിയിടും. പിന്നെ അടുത്ത ബുധനാഴ്ചയാണ് പിന്നെ ക്ലാസ് ഉണ്ടാവുക. അപ്പൊ ഒരാഴ്ച ആകുമ്പോഴേക്ക് ആ 2 ആയത്തുകൾ ഉപ്പ മനപ്പാടാക്കും, അതിന്റെ അർത്ഥവും മനപ്പാടാക്കും. ഞങ്ങളും അങ്ങനെ
മനപ്പാടാക്കും. ഈ ബോർഡിൽ നിന്ന് വായിച്ചിട്ട് ഞങ്ങളും ആ 2 ആയത്തുകളും അതിന്റെ അർത്ഥം ഞങ്ങളും മനപ്പാടാക്കും. എന്നിട്ട് ആ കുട്ടി പറഞ്ഞു, സൂറത്തുൽ മുർസലാത്ത് അർത്ഥസഹിതം എനിക്ക് മനപ്പാടമാണ്, അത് ഞാൻ ഇങ്ങനെ പഠിച്ചതാ. സൂറത്തുൽ മുർസലാത്ത് അർത്ഥസഹിതം എനിക്ക് മനപ്പാടമാണ്, അത് ഞാൻ ഇങ്ങനെ പഠിച്ചതാണ്. ഞാൻ എല്ലാ വാപ്പാരോടുമാണ്, എല്ലാ ബാപ്പമാരോടും എല്ലാ ഉമ്മമാരോടും വളരെ ഗൗരവത്തോടുകൂടെ ഖുർആൻ പഠിക്കാനുള്ള എന്ത് സംവിധാനമാണ് നമ്മുടെ മക്കൾക്ക് ഒരുക്കിയത്? നമ്മളിൽ ആർക്കാണ് പരിശുദ്ധ ഖുർആൻ അറിയുക? നമ്മൾ ആരാണ് ഖുർആൻ ഒന്ന് ആഴത്തിൽ തൊട്ട് പഠിച്ച് മനസ്സിലാക്കി ഖുർആൻ അനുസരിച്ച് ജീവിക്കട്ടെ എന്ന് തീരുമാനിച്ച് പരിശുദ്ധ ഖുർആനിനെ സമീപിക്കുന്നവർ? പരിശുദ്ധ ഖുർആന്റെ പരിഭാഷ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോതമംഗലത്തുള്ള വല്ലിപ്പ 4 വാള്യം പരിഭാഷ വായിച്ചു തീർത്ത വല്ലിപ്പ, ആ പരിഭാഷ വാങ്ങുന്നതിന്റെ കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് അമാനയോലിയുടെ പരിഭാഷ വാങ്ങിക്കൊണ്ടെന്ന് വീട്ടിൽ വെച്ച ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. ഫാത്തിഹ സൂറത്തിന്റെ പോലും അർത്ഥവും വിശദീകരണവും വ്യാഖ്യാനവും ഇന്നും കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും നമുക്കതൊന്ന് പൂർത്തീകരിച്ച് വായിക്കാൻ കഴിഞ്ഞില്ല. ഒരു കടലാസിന്റെ കഷ്ണം കീറിയിട്ട് ഇടയിൽ ഒരു അടയാളം വെച്ചിട്ട് 1 പേജ് 1 ദിവസം എന്നുള്ള നിലക്ക് വായിച്ചാൽ എന്നോ തീരുമായിരുന്നു നമ്മുടെ ഖുർആൻ വായന. നമ്മളെ കൊണ്ടത് കഴിയുന്നില്ല, നമ്മളത് ചെയ്യുന്നില്ല. പരിശുദ്ധ ഖുർആനിനോട് ബന്ധമില്ലെങ്കിൽ, ഖുർആൻ നമ്മളെ സ്വാധീനിക്കുന്നില്ലെങ്കിൽ, പരിശുദ്ധ ഖുർആൻ അത് കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മളില്ലെങ്കിൽ നമ്മുടെ മക്കൾ മാത്രമല്ല നമ്മളും പിഴച്ചു പോകും. ഏത് മനുഷ്യനും പിഴച്ചു പോകും. പിഴച്ചു പോകാതിരിക്കാൻ പ്രപഞ്ചരക്ഷിതാവ് നേരിട്ട് അവതരിപ്പിച്ച മാർഗദർശനത്തിന്റെ പേരാണ് പരിശുദ്ധ ഖുർആൻ. ഇതറിയാത്ത ആരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്? അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥം നമുക്ക് അല്ലാഹ് മാർഗദർശനം അവതരിപ്പിച്ചു പറഞ്ഞാൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. രോഗം വരുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾക്ക് പ്രകൃതി നൽകുന്ന വെള്ളം ഉണ്ടാവും. കുപ്പിവെള്ളം അങ്ങാടിയിൽ പീടിയിൽ പോയാൽ കുപ്പിവെള്ളം കിട്ടും. 1 ഗ്ലാസ് കുപ്പിവെള്ളമുണ്ട്. നമ്മൾ കിണറ്റിൽ നിന്ന് കോരിക്കൊണ്ടുവന്ന നമ്മുടെ വീട്ടിലെ പറമ്പിലെ നല്ല കിണറ്റിൽ നിന്ന് ബക്കറ്റിട്ട് നമ്മൾ കോരിയെടുത്ത ഒരു കുപ്പി വെള്ളം ഉണ്ടെങ്കിൽ ഏത് വെള്ളത്തിനാണ് വിശ്വാസ്യത ഉണ്ടാവുക? ഏത് വെള്ളത്തെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക? ഏത് വെള്ളത്തിലാണ് നമ്മുടെ ആരോഗ്യത്തിന് പറ്റിയ അതിൻ്റെ പോഷകങ്ങളും മൂലകങ്ങളും ഒക്കെ ഉണ്ടാകുക? ഏത് വെള്ളത്തിലാണ്? ഏത് വെള്ളത്തെയാണ് നമ്മൾ ഇഷ്ടപ്പെടുക? നമ്മൾ പറമ്പിലെ കിണറ്റെന്ന് നമ്മൾ കോരിയെടുത്ത വെള്ളത്തെയാണ് നമ്മൾ വിശ്വസിക്കുക. കാരണം അത് കലർപ്പില്ലാത്തതാണ്, മനുഷ്യൻ തൊടാത്തതാണ്. മറ്റു വെള്ളം എന്ന് പറയുന്നത് മനുഷ്യൻ തൊട്ടതാണ്. മനുഷ്യൻ തൊടുമ്പോ, മനുഷ്യൻ സ്പർശിക്കുമ്പോ വിശുദ്ധി നഷ്ടപ്പെടും. മുഹമ്മദ് മാഷ വീട്ടിൽ പോകുമ്പോൾ പഴം തരും, എന്നിട്ട് പറയും ഇത് ഈ പറമ്പിലുണ്ടായ പഴമാണ് എന്ന് പറയും. ഈ പറമ്പിലുണ്ടായ പഴത്തിന് എന്താ പ്രത്യേകത? അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്ന പഴം തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതായിരിക്കും. എന്തൊക്കെ വളമാണ് അതിനിട്ടിട്ടുള്ളതെന്ന് അറിയില്ല. നമ്മളൊന്നും ഇടാത്ത, വളങ്ങളൊന്നും ഇടാത്ത, പ്രകൃതിയിൽ മണ്ണിൽ നിന്ന് കിട്ടുന്ന വെള്ളവും വളവും വലിച്ചെടുത്ത് ഈ പറമ്പിലുണ്ടായ വാഴയിലെ പഴം, അതിനൊരു പ്രത്യേകത ഉണ്ട്. അത് നേർക്ക് നേരെ പ്രകൃതി തരുന്നതാണ്. കലർപ്പില്ലാത്തതാണ്. കലർപ്പുള്ളത് രോഗങ്ങൾ ഉണ്ടാക്കും. കലർപ്പ് മനുഷ്യന്റെ സ്പർശനമുള്ളത് അത് മനുഷ്യർക്ക് രോഗങ്ങൾ ഉണ്ടാക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും, പ്രയാസങ്ങൾ ഉണ്ടാക്കും, പ്രതിസന്ധികൾ ഉണ്ടാക്കും. ആശയങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്, ദർശനങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്, വിശ്വാസത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. മനുഷ്യർ തൊട്ട് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കിയത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, രോഗങ്ങൾ ഉണ്ടാക്കും, പ്രതിസന്ധികൾ ഉണ്ടാക്കും. നേർക്ക് നേരെ പടച്ചോൻ പ്രകൃതിയിൽ നിന്ന് ഇങ്ങോട്ട് തരുന്നത് അത് ഏറ്റവും സംശുദ്ധമായതും ആരോഗ്യം നൽകുന്നതും ജീവൻ നൽകുന്നതും നമുക്ക് ഓജസ് നൽകുന്നതും വൈറ്റമിൻ നൽകുന്നതും നമുക്ക് സജീവത നൽകുന്നതും നമുക്ക് എല്ലാ രംഗത്തും ഉയർച്ചയും വളർച്ചയും ഉണ്ടാക്കുന്നതുമായിരിക്കും പടച്ചോൻ നേർക്ക് നേരെ അവതരിപ്പിച്ചു തന്ന്. ആ നേർക്ക് നേരെ അവതരിപ്പിച്ചു തന്ന പരിശുദ്ധ ഖുർആനാണ് എന്റെയും നിങ്ങളുടെയും വീട്ടിലുള്ളത്, നമ്മുടെയൊക്കെ കൈവശമുള്ളത്. അതിന് അല്ലാഹ് നേർക്ക് നേരെ കൈകളിലേക്ക് തന്ന, പടച്ച റബ്ബ് നേർക്ക് നേരെ കൈകളിലേക്ക് തന്ന ഒരു ഗ്രന്ഥം എന്ന മഹത്വം കൽപ്പിക്കുന്നവർ, അത് ഞാൻ അങ്ങനെ പറഞ്ഞ എന്താ വെച്ചാല് അബദ്ധത്തിലൊന്ന് കാല് തട്ടിയാല് പടച്ചോനെ അതല്ല, അത് പരിശുദ്ധ ഖുർആനിനോട് മഹത്വം കൽപ്പിക്കുന്നു എന്ന നമ്മുടെ ഒരു തരം കാട്ടിക്കൂട്ടലാണ്. പരിശുദ്ധ ഖുർആനിനോടുള്ള മഹത്വം കൽപ്പിക്കൽ എന്താണ്?
നമ്മൾ ഇന്നും ഓതിയിട്ടില്ലാത്ത സൂറത്തുകൾ ഖുർആൻ ഉണ്ടെങ്കിൽ, ഞാനൊരു 40 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരോട് ചോദിക്കുകയാണ്, നമ്മൾ ഇന്നും ഓതിയിട്ടില്ലാത്ത അർത്ഥം അറിയോ, അതിലെ പദങ്ങൾ എന്താണ്, വിശദീകരണം എന്താണെന്നൊന്നുമല്ല, നമ്മൾ ഇന്നും ഓതിയിട്ടില്ലാത്ത സൂറത്തുകൾ ഖുർആന്റെ അകത്തുണ്ടെങ്കിൽ, നമ്മൾ വായിച്ചിട്ടില്ലാത്ത അധ്യായങ്ങൾ ഖുർആനകത്തുണ്ടെങ്കിൽ, ഖുർആൻ എന്ത് മഹത്വമാണ് നമ്മൾ കൽപ്പിക്കുന്നത്, പരിശുദ്ധ ഖുർആന് എന്ത് പ്രാധാന്യമാണ് നമ്മൾ കൽപ്പിക്കുന്നത്. ഒതായി മഹലിലെ മുഴുവൻ കുടുംബങ്ങളിൽ നിന്നുള്ള ഓരോ മെമ്പർമാർ വന്ന് പരിശുദ്ധ ഖുർആന്റെ മുമ്പിലിരുന്ന് ഖുർആൻ കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ട് അവർ അവരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ ഭാര്യമാരോട്, ഞാൻ ഇന്ന് ഓതിയത് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീനിലെ ഇന്ന ആയത്താണ്, അതിന് ഉസ്താദ് പറഞ്ഞു തന്ന അർത്ഥം ഇന്നതാണ് എന്ന് പറയുന്ന ഒരു കുടുംബമായി ഒതായി മഹലിലെ മുജാഹിദ് വീടുകൾ മാറിയാൽ ഈ മഹലിൽ അതുണ്ടാക്കുന്ന സ്വാധീനവും അതുണ്ടാക്കുന്ന മാറ്റവും അതുണ്ടാക്കുന്ന പരിവർത്തനവും അതിനും പരിധിയും പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അങ്ങനെയാണ് നമ്മുടെ പണ്ഡിതന്മാരും നേതാക്കന്മാരും മഹത്തുക്കളും. അവർ നമുക്ക് ഖുർആൻ തന്നിട്ടാണ് നമ്മളിൽ മാറ്റം ഉണ്ടാക്കിയത്. പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിലേക്ക് വിളിച്ച് അത് പഠിപ്പിച്ചു തന്നിട്ട് അതിന്റെ ആശയം പകർന്നു തന്നിട്ടാണ് നമുക്ക് മാറ്റം ഉണ്ടാക്കിയത്, നമ്മളിൽ സ്വാധീനം ഉണ്ടായത്. അങ്ങനെയാണ് നമ്മളൊക്കെ നന്നായി തീർന്നത്. നിങ്ങൾക്കറിയോ, NV അബ്ദുസ്സലാം മൗലവിയാണ് നെതുവത്തിന്റെ KNMന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി NV അബ്ദുസ്സലാം മൗലവിയാണ്. NV അബ്ദുസ്സലാം മൗലവി മരണപ്പെട്ട അന്ന് ചന്ദ്രിക പത്രത്തിൽ ഒരു ലേഖനം വന്നിരുന്നു. റഹീം മേച്ചേരിയാണ് ആ ലേഖനം എഴുതിയത്. NVയെ കുറിച്ച്. NVയുടെ അബ്ദുസ്സലാം മൗലവിയുടെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്തുണ്ടായ ഒരനുഭവം പറഞ്ഞുകൊണ്ടാണ് ആ ലേഖനം മേച്ചേരി ആരംഭിക്കുന്നത്. NV അബ്ദുസ്സലാം മൗലവിയും റഹീം മേച്ചേരിയും 2 തലത്തിൽ നിന്നുകൊണ്ട് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് സേവനങ്ങൾ സമർപ്പിച്ച വലിയ 2 ആളുകളാണ്. അല്ലാഹു അവരുടെ പരലോക ജീവിതം അനുഗ്രഹീതമാക്കി തീർക്കുമാറാകട്ടെ. NV അബ്ദുസ്സലാം മൗലവിയുടെ വീട്ടിലേക്ക് റഹീം മേച്ചേരി ഒരു ദിവസം സുബൈ നമസ്കാരം കഴിഞ്ഞ ഉടനെ അതിരാവിലെ കയറി ചെല്ലുമ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ ആ പൂമുഖത്തന്നെ കോലായി തന്നെ ആ വീട്ടിലത്തെ എല്ലാവരും അവിടെ തന്നെ കോലായി തന്നെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ മനസ്സിലിങ്ങനെ കരുതി, ഈ സമയത്ത് ഞാൻ ഇവിടേക്ക് വരരുതായിരുന്നു. കാരണം അവരുടെ എന്തോ ഒരു കുടുംബ വിഷയം എന്തോ, അവരെല്ലാവരും കൂടെ മൗലയും മക്കളും മരുമക്കളും പേരക്കുട്ടികളും എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ കോലായി തന്നെ ഇരുന്ന് സംസാരിക്കുന്നതാണ് ഞാൻ കയറി ചെല്ലുമ്പോൾ കാണുന്നത്. എന്തെങ്കിലും ഒരു കുടുംബ വിഷയമായിരിക്കും. ആ സമയത്ത് കയറി ചെന്നത് അനുചിതമായി പോയി എന്ന് കരുതി ഞാൻ. പക്ഷേ ഞാൻ ആ സദസ്സ് കണ്ടപ്പോൾ, ഞാൻ അടുത്ത് ചെന്നിട്ട് അവരെ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. NV അബ്ദുസ്സലാം മൗലവിയുടെ വീട്ടില് മക്കളും പേരക്കുട്ടികളും മരുമക്കളും എല്ലാവരും കൂടെ ഇരുന്നിട്ട് പരിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്ത തർജുമകളും തഫ്സീറുകളും എടുത്തിട്ട് ഒരായത്തോതുക, എന്നിട്ട് അതിന്റെ തഫ്സീർ ഇങ്ങനെ മാറി മാറി ഓരോ പണ്ഡിതനും അതിന് പറഞ്ഞ തഫ്സീർ എന്താണ് എന്ന് വായിക്കുന്ന ഒരു സദസ്സാണ് ഞാൻ അവിടെ കണ്ടത് എന്ന് പറയുന്നുണ്ട് റഹീം മേച്ചേരി റഹിമഹുല്ല. റഹീം മേച്ചേരി ഉൾപ്പെടെയുള്ള ആളുകൾ, സഹോദരങ്ങളെ, നമ്മളെ പഠിപ്പിച്ചത് പരിശുദ്ധ ഖുർആനിന്റെ പഠനത്തിൻ്റെയും അത് ജീവിതത്തിന്റെ കൂടെ അങ്ങനെ ഒട്ടിച്ച്, ഖുർആനിനെ നമ്മുടെ ജീവിതത്തിന്റെ കൂടെ ഒട്ടിച്ച് നിർത്തുന്നതിൻ്റെയും പ്രാധാന്യമാണ്, അതിന്റെ ഗൗരവമാണ് നമ്മുടെ പണ്ഡിതന്മാരും നമ്മുടെ നേതാക്കന്മാരും ഒക്കെ നമ്മളെ പഠിപ്പിച്ചത്. ഖുർആൻ ക്ലാസ്സുകൾ, പണ്ടത്തെ കാലത്ത് ഖുർആൻ ക്ലാസ്സുകൾ, ഇപ്പൊ നമ്മളിങ്ങനെ ഈ ഖുർആൻ ക്ലാസ്സുകൾ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ എടുത്തു പോയൊരു കാലമാണ്. അതിന് വലിയ സദസ്സൊന്നും വേണ്ട, വീടുകളിൽ വെക്കും. നമ്മളിങ്ങനെ ഒരു മഹലിൽ കുറേ പ്രദേശങ്ങളുണ്ടെങ്കിൽ ഓരോ പോക്കറ്റിൽ പോയി അവിടുത്തെ ഒരു 10 വീട്ടുകാർ എല്ലാ കുടുംബക്കാരും കൂടി ഒരു വൈകുന്നേരത്തെ ഇശാസ്കാരത്തിന് ശേഷം ഒരു ഭാഗത്ത് കൂടിയിട്ട് അവിടെ ഒരു ഉസ്താദ് വന്ന് ഒരു 2 ആയത്തിനെ കുറിച്ച് വിശദീകരിക്കുന്ന ചെറിയ ചെറിയ ഖുർആൻ ക്ലാസ്സുകൾ വ്യാപകമായി ഉണ്ടായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു കാലം. ഇപ്പൊ ഇന്ന് സമസ്തക്കാർ വലിയ വിരോധം പറയുന്നതാണ്, മുജാഹിദ് വിരോധം പറയുന്ന കുറെ സമസ്തക്കാരുണ്ട്. ഇന്നും ലീഗിനെ പോലെയുള്ള ഒരു വലിയ രാഷ്ട്രീയ സംഘടനയിൽ വലിയ സംഘർഷങ്ങൾ നടക്കുകയാണ്. മുജാഹിദ് ബന്ധം പറഞ്ഞിട്ടാണ് ലീഗിലെ നേതാക്കന്മാർക്കുള്ള മുജാഹിദ് ബന്ധം പറഞ്ഞ് വലിയ വിപ്ലവം നടക്കുകയാണ് മുസ്ലിം ലീഗിനെ പോലെയുള്ള ഒരു സംഘടനയിൽ. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന കേരളത്തിൽ അതുണ്ടായത് കേരളത്തിലെ പണ്ട് കാലത്തെ മുജാഹിദ് പണ്ഡിത നേതാക്കന്മാരുടെ കഠിനാധ്വാനങ്ങളുടെ ഫലമായിട്ടുണ്ടായതാണ്. തങ്ങന്മാരുടെ കൂട്ടത്തുനിന്ന് ലീഗിന്റെ തലപ്പത്തേക്ക് ആദ്യമായി വരുന്ന നേതാവിന്റെ പേര് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ എന്നാണ്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങള്
കോഴിക്കോട്ട് അരിക്കച്ചവടക്കാരനാണ്. കോഴിക്കോട് വല്യങ്ങാടിയിൽ അരിക്കച്ചവടം ചെയ്തിരുന്ന കോൺഗ്രസ് രാഷ്ട്രീയം ഉണ്ടായിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. ബാഫഖി തങ്ങൾ ലീഗുകാരനല്ല. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ പൊതുജീവിതം, രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത്, ഞാനിവിടെ നിങ്ങൾ ഏതൊക്കെ രാഷ്ട്രീയക്കാരുള്ളതെന്ന് അറിയില്ല, ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, എനിക്ക് പറയാനുള്ളത് മുജാഹിദ് പ്രസ്ഥാനം. ഞാൻ പറയുന്നത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ എന്ന് പറയുന്ന സയ്യിദ് കുടുംബത്തിൽ നിന്നുള്ള ഒരാള് കോഴിക്കോട്ടെ അരിക്കച്ചവടത്തിൽ വളരെ പ്രഗത്ഭനായി ഇങ്ങനെ തിളങ്ങി നിന്നൊരു കാലത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്ന പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ നേതാവായിരുന്നു അദ്ദേഹം. കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. ബാഫഖി തങ്ങൾ കോൺഗ്രസ് ആയിരുന്നപ്പോഴും കേരളത്തിൽ ലീഗുണ്ട്. അന്ന് ലീഗിന്റെ തലപ്പത്തിലും നേതൃത്വത്തിലുള്ള ആളുകളുടെ പേര് KM മൗലവി, KM സീതി സാഹിബ് എന്നൊക്കെയുള്ള പേരുകളാണ്. KM മൗലവിയും KM സീതി സാഹിബും എന്ന് പറയുന്ന രണ്ട് നേതാക്കൾ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ലീഗിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നതിന് മുമ്പ് ലീഗിനെ കേരളത്തിൽ കെട്ടിപ്പടുത്ത മഹാരഥന്മാരായ നേതാക്കന്മാരാണ്. ഇന്ന് അബ്ദുസമദ് പൂക്കോട്ടൂരിനെ പോലുള്ള ആൾക്കാർ ലീഗിന്റെ ചരിത്രം പറയും. അവർ പറയുമ്പോൾ 1948 മാർച്ച് മാസം 10-ാം തീയതി രാജാജി ഹാളിൽ വെച്ച് മദ്രാസിൽ വെച്ചിട്ട് മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടു, കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് മദ്രാസിൽ നിന്ന് അദ്ദേഹം നേരെ വണ്ടി കയറിയിട്ട് അബ്ദുസമദ് പൂക്കോട്ടൂര് കോഴിക്കോട് വന്നിട്ട് ബാഫഖി തങ്ങളെടുക്കും. ബാഫഖി തങ്ങള്, പൂക്കോയ തങ്ങള്, ഷിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലീഗിന്റെ ചരിത്രം പറഞ്ഞു വരും. ഇതിന്റെ അടിയിൽ വേറെ കുറെ ആൾക്കാരുണ്ട്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ മുമ്പ് ലീഗിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന മുജാഹിദ് പണ്ഡിതന്മാര്, നേതാക്കന്മാരുണ്ട്. അതിൽ വളരെ പ്രഗത്ഭനാണ് KM മൗലവി എന്ന്. മരിക്കുന്നത് വരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ, വൈസ് പ്രസിഡന്റിന്റെ പേര് KM മൗലവി എന്നാണ്. KM മൗലവി മരിക്കുന്നത് വരെ ലീഗിന്റെ വൈസ് പ്രസിഡന്റാണ്. ആ KM മൗലവി വരുമ്പോ മാത്രമേ ബാഫഖി തങ്ങൾ അദ്ദേഹത്തിന്റെ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാറുള്ളൂ. ലീഗ് രാഷ്ട്രീയത്തിൽ ഏത് നേതാവ് വരുമ്പോഴും ബാഫഖി തങ്ങളുമാണ്, ലീഗിന്റെ പ്രസിഡന്റുമാണ്. ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എഴുന്നേൽക്കൂല. ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ സ്വീകരിച്ചിരുന്ന ഒരൊറ്റ നേതാവേ സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. ആ നേതാവിന്റെ പേരാണ് തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന KM മൗലവി എന്ന ലീഗിന്റെ നേതാവ്. ആ KM മൗലവിയും ബാഫഖി തങ്ങളും കൂടെ ഒരുമിച്ചുള്ളപ്പോ ഒരു സദസ്സ് പിരിയുമ്പോൾ ആ സദസ്സ് പ്രാർത്ഥിക്കുന്നത്, സദസ്സ് പിരിയുമ്പോൾ പ്രാർത്ഥിക്കുക, ദുആ നടത്തുന്നത് ബാഫഖി തങ്ങളല്ല. KM മൗലവിയുള്ള ഒരു സദസ്സിൽ പോലും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ദുആ നടത്തിയിട്ടില്ല. ദുആ നടത്താൻ ബാഫഖി തങ്ങൾ ഏൽപ്പിക്കാറുള്ളത് KM മൗലവിയാണ്. ഇന്ന് സമസ്തക്കാർക്ക് മുജാഹിദ് എന്ന് പറയുമ്പോൾ ലീഗിനെ തൊടാൻ പാടില്ല, ലീഗുകാര് മുജാഹിദിലേക്ക് വരാൻ പാടില്ല, ചന്ദ്രികയില് ലീഗിന്റെ മുജാഹിദിന്റെ ഒരു വാർത്ത ചന്ദ്രികയിൽ വരാൻ പാടില്ല, അടുക്കാൻ പാടില്ല, പോകാൻ പാടില്ല, മുണ്ടാൻ പാടില്ല എന്നൊക്കെ പറയുന്നൊരു കാലാണ്. അങ്ങനെയൊക്കെ ലീഗുകാരെ കരുതുന്ന, ലീഗ് അങ്ങനെ ആകണം എന്ന് സമസ്തക്കാരും കരുതുന്ന ഒരു കാലാണ്. ഞാൻ അവിടേക്ക് വന്നത് എന്തിനാണെന്നറിയോ? ഹൈദരാബാദ് ആക്ഷൻ കാലത്ത് പാണക്കാട് പൂക്കോയത്തങ്ങൾ, PMSA പൂക്കോയത്തങ്ങൾ, പുതിയ മാളിയേക്കൽ സയ്യിദ് അലവി പൂക്കോയത്തങ്ങള് പോലീസ് പിടിച്ച് ജയിലിൽ, ഹൈദരാബാദ് ആക്ഷൻ കാലത്ത് പൂക്കോയത്തങ്ങൾ ജയിലിലിട്ടപ്പോ പൂക്കോയത്തങ്ങളുടെ കൂടെ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു ജയിലിൽ. അദ്ദേഹത്തിന്റെ പേരാണ് NV അബ്ദുസ്സലാം മൗലവി. ജയിലിലെ പകലുകൾ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ NV അബ്ദുസ്സലാം മൗലവിയും പൂക്കോയത്തങ്ങളും ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കന്മാർ ജയിലിൽ അടക്കപ്പെട്ടപ്പോ ജയിലിലെ പകലാരംഭം, ജയിലിലെ പകലിന്റെ തുടക്കങ്ങൾ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ NV അബ്ദുസ്സലാം മൗലവിയുടെ ഖുർആൻ ക്ലാസ് കൊണ്ടാണ്. NV അബ്ദുസ്സലാം മൗലവിയുടെ ഖുർആൻ ക്ലാസിന്റെ മുമ്പിലിരിക്കുന്ന ഒന്നാമത്തെ മനുഷ്യന്റെ പേര് കേരളത്തിലെ സമസ്തക്കാരൻ അറിയോ? കേരളത്തിലെ സുന്നികൾക്ക് അറിയുമോ? NV അബ്ദുസ്സലാം മൗലവി എന്ന് പറയുന്ന കേരള നദുവത്തുൽ മുജാഹിദിന്റെ ഒന്നാമത്തെ ജനറൽ സെക്രട്ടറിയുടെ ഖുർആൻ ക്ലാസിന്റെ മുമ്പിലിരിക്കുന്ന ആദ്യത്തെ മനുഷ്യന്റെ പേരാണ് പുതിയ മാളിയേക്കൽ സയ്യിദ് അലവി പൂക്കോയത്തങ്ങൾ, PMSA പൂക്കോയത്തങ്ങൾ. പൂക്കോയത്തങ്ങളെക്കാൾ വലിയൊരു തങ്ങളോ അതിനേക്കാൾ വലിയൊരു സുന്നിയോ ഒന്നും കേരളത്തിൽ ഉണ്ടായി എന്ന് ഞങ്ങൾക്ക് ആർക്കും തോന്നുന്നില്ല. ഇപ്പൊ വലിയ മുജാഹിദ് വിരോധം പറഞ്ഞ് ലീഗിൽ ഇങ്ങനെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട് മുജാഹിദ് ലീഗൊക്കെ കൂടി മുജാഹിദിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് വിപ്ലവവും ഫിത്നയും ഉണ്ടാക്കുന്ന ആൾക്കാര് അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അത് ഉണ്ടാക്കുന്നത്. അത് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. മുജാഹിദ് നേതാക്കൾ ഖുർആൻ ക്ലാസുമായി ജയിലിലുള്ളപ്പോ NV അബ്ദുസ്സലാം മൗലവി ഖുർആൻ ക്ലാസ് എവിടെയാ? ജയിലിൽ. അത് കേൾക്കാൻ ആരുണ്ടായിരുന്നത്? പൂക്കോയത്തങ്ങളടക്കമുള്ള നേതാക്കന്മാർ. അങ്ങനെ ഉണ്ടായതാണ് മുജാഹിദ് പ്രസ്ഥാനം. ഖുർആനിന്റെ കൂടെ ഖുർആൻ പഠിച്ച്
ഖുർആൻ പരിഭാഷപ്പെടുത്തി, ഖുർആൻ പരിചയപ്പെടുത്തി, ഖുർആനിലേക്ക് ആളുകളെ വിളിച്ച് ഖുർആനാണ് മാറ്റം, ഖുർആനിലൂടെ പരിവർത്തനം, ഖുർആനാണ് വിമോചനം, ഖുർആനാണ് നന്മ, ഖുർആനാണ് മാർഗദർശനം, ഇങ്ങനെ പറഞ്ഞ് 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 വ്യക്തിയിലും സമൂഹത്തിലും കുടുംബത്തിലും എല്ലാ നാടുകളിലും മാറ്റങ്ങൾ ഉണ്ടായത് പരിശുദ്ധ ഖുർആൻ വെച്ചിട്ടാണ്. ഞാൻ ഒതായിൽ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ ഉണ്ടാകും. ആ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ ഉണ്ടെങ്കിൽ അതിൽ ആരാ ഉണ്ടാവുക? നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഒരു പൊതു രീതി അനുസരിച്ച് ഇവിടുത്തെ MGMന്റെ കുറച്ച് ആൾക്കാരുണ്ടാവും. KNMമാർക്ക് ലേണിംഗ് സ്കൂളിലെ ഖുർആൻ പഠിക്കാൻ അവരില്ല, ISMമാർ തീരെ ഉണ്ടാവില്ല, MSMമാർക്ക് വേറെ കുറെ പഠിക്കാനുള്ളത് കൊണ്ട് അവരും ഉണ്ടാവില്ല. പഠിക്കാൻ ആരാണ്ടാകുക? ഖുർആൻ പഠിക്കാൻ MGMന്റെ ഒരു 10 പെണ്ണുങ്ങൾ 10-15 ആൾക്കാർ വന്നിട്ട് അതിങ്ങനെ ഒരു ആഴ്ച തെറ്റാതെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു പ്രവണത അത് നമ്മുടെ മഹലിൽ കാണും. നമുക്കെന്തേ ഖുർആൻ വേണ്ടാത്തത്? നമ്മളെന്തേ ഖുർആനിന്റെ കൂടെ ഇല്ലാത്തത്? നമ്മൾ എന്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പഠിക്കാത്തത്? പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട എന്തെല്ലാം അറിവുകളാണ് ഈ പ്രായത്തിനിടക്ക് നമ്മൾക്കൊക്കെ ഇത്രയും പ്രായവും വയസ്സും നാളുമായിട്ട് ഇത്രയും കാലത്തിനിടക്ക് പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട എന്ത് വിജ്ഞാനങ്ങളും അറിവുകളുമാണ് ഞാനും നിങ്ങളും നേടിയെടുത്തിട്ടുള്ളതും കരസ്ഥമാക്കിയിട്ടുള്ളതും. ഖുർആനില്ലെങ്കിൽ പഴച്ചു പോകും, തെറ്റിപ്പോകും. വിശ്വാസത്തിൽ വരെ ഈമാനിൽ മാറ്റമുണ്ടാകും, ഈമാനിൽ മാറ്റമുണ്ടാകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്ന കേരളത്തിലെ ഏതൊരു മുജാഹിദും ഏത് ജാറത്തിന്റെ ദർഗയുടെ ഖബറിന്റെ മുമ്പിൽ പോയി നമ്മളെ നിർത്തിയാലും ഒരു ഖബറിന്റെ നേരെ കൈയുയർത്തി പ്രാർത്ഥിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. നമുക്കതിന് കഴിയില്ല. അത്രമേൽ ശക്തമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വിശ്വാസം ഞാനും നിങ്ങളും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ആളുകളുടെ വിശ്വാസങ്ങളിലോ നമ്മളുടെ തൊട്ടടുത്ത തലമുറകളിലോ ഒരു തലമുറ കഴിയുമ്പോ 2 തലമുറ കഴിയുമ്പോ 3 തലമുറ കഴിയുമ്പോ പ്രവാചകന്മാർ മാറ്റം വരുത്തിയിടത്ത് ശിർക്കിന്റെ സ്വാധീനങ്ങൾ വരും. നബിമാർ മാറ്റം വരുത്തിയിടത്ത് ശിർക്കിന്റെ സ്വാധീനങ്ങൾ വരും 1-2 തലമുറ കഴിയുമ്പോ. അതല്ലേ ശിർക്കിന്റെ ചരിത്രം എന്ന് പറയുന്നത്? ലോകത്ത് കാലാകാലങ്ങളിൽ തൗഹീദ് പഠിപ്പിച്ചത് പ്രവാചകന്മാരാണ്. നൂഹ് നബി തൗഹീദ് പഠിപ്പിച്ചിട്ട് നൂഹ് നബിയുടെ പിൻഗാമികളിൽ പിന്നീട് ശിർക്കുണ്ടാവുക. ഇബ്രാഹിം അലൈഹിസ്സലാം തൗഹീദ് പഠിപ്പിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ പിൻഗാമികളിൽ ശിർക്കുണ്ടാവുക. ഈസാ മൂസ അലൈഹിമസ്സലാം ആ 2 പ്രവാചകന്മാരും തൗഹീദ് പഠിപ്പിച്ചിട്ട് അവരുടെ പിൻഗാമികളിൽ ശിർക്കുണ്ടാകുക. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂല് തൗഹീദും ശിർക്കും പഠിപ്പിച്ചു. വളരെ സൂക്ഷ്മമായി, വളരെ കൃത്യമായി ശിർക്കിന്റെ ചെറിയ അബദ്ധങ്ങൾ, ചെറിയ സ്ഖലിതങ്ങൾ വിശ്വാസരംഗത്ത് കടന്നു വരാതെ തന്റെ ജനതയെ, തന്റെ സ്വഹാബത്തിനെ ഒരു ഉരുക്കുകോട്ട പോലെ കെട്ടിപ്പടുത്തു കൊണ്ടുവന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ എന്തെങ്കിലും സ്ഖലിതങ്ങൾ ഉണ്ടാകുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ ഇടപെടും. അത് അങ്ങനെയല്ല, അങ്ങനെ പറഞ്ഞുകൂടാ, അത് ചെയ്തുകൂടാ, അത് തെറ്റായ വിശ്വാസമാണ്, അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞ് ചെറിയ ചെറിയ അനക്കങ്ങൾ, ചെറിയ സ്ഖലിതങ്ങൾ, ശിർക്കുമായി ബന്ധപ്പെട്ട ശിർക്കിലേക്ക് പോകുന്ന, തൗഹീദ് തെറ്റുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വെള്ളം കലരുന്ന ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസത്തിലേക്ക് ആൾക്കാർ പോകുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇടപെടും. നമ്മളെന്താ സമാധാനിക്കുന്നത്? ഞങ്ങൾ ഒതായിക്കാരെന്നൊക്കെ പറഞ്ഞ പണ്ട് മുജാഹിദീങ്ങൾ ഇവിടൊക്കെ എല്ലാം ക്ലിയറാണ് എന്ന് നമ്മൾ കരുതുകയാണ്. ഇടവണ്ണ എന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനവും അലവി മൗലവിയും പണ്ഡിതന്മാരും നേതാക്കന്മാരും അങ്ങനെയൊക്കെ ഉള്ള ഒരു നാടാണ്. ഞങ്ങളുടെ നാട്ടിലേക്ക് ശിർക്ക് വരൂല എന്ന് നമ്മൾ കരുതുകയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തൗഹീദ് പഠിപ്പിച്ച് തൊട്ടടുത്ത തലമുറയിലേക്ക് ശിർക്ക് കടന്നു വരുമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗഹീദ് പഠിപ്പിച്ചവർ അവരെ വിട്ട് റസൂല് പോകുമ്പോ റസൂലിന്റെ കുടുംബത്തിന്റെ പേരും പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഉമ്മത്തിലേക്ക് ശിർക്ക് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടാകുമെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്കും വരും, മുജാഹിദുകളിലേക്കും വരും, ശിർക്ക് കടന്നു വരും. സൂക്ഷിക്കണം നമ്മൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ യദി, പെൺകുട്ടികൾ മദീനയിൽ പാട്ട് പാടിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെൺകുട്ടികളോട്, നിങ്ങൾ നല്ല കുട്ടികളാണ്, നിങ്ങളുടെ നല്ല പാട്ടാണ്, പക്ഷേ ഇങ്ങനെ പറയാൻ പാടില്ല. വഫീനാ നബിയ്യുൻ, ഞങ്ങളുടെ കൂട്ടത്തിലൊരു നബി ഉണ്ട്, യഅലമു മാ ഫീ യദി, നാളത്തെ കാര്യങ്ങൾ അറിയുന്ന ഒരു പ്രവാചകൻ. അങ്ങനെ പറയരുത്. നാളത്തെ കാര്യങ്ങൾ അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ. അള്ളാഹുവിന്റെ പ്രവാചകൻ അന്ന് വൈകുന്നേരം പാട്ടൊക്കെ കഴിഞ്ഞ് എല്ലാവരും പെരയ്ക്ക് പോയിട്ട് പാട്ട് പാടിയ പെൺകുട്ടികളെ സ്വകാര്യമായി വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞെടുക്കല്ല. പാട്ട് പാടുമ്പോ ആ കുട്ടികളോട് പറയാണ്, നിങ്ങൾ അങ്ങനെ പറയരുത്,
ഞങ്ങളുടെ കൂട്ടത്തിൽ നാളത്തെ കാര്യങ്ങൾ അറിയുന്ന ഒരു നബിയുണ്ട് എന്ന് നിങ്ങൾ പറയരുത്. നാളത്തെ കാര്യങ്ങൾ ഒരു മനുഷ്യനും അറിയില്ല. ഇല്ലല്ലാ, അല്ലാഹുവിനല്ലാതെ. പഴച്ചു പോകും, തെറ്റിപ്പോകും. എന്നെ കുറിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാകരുത്. ഞാൻ നബിയാണ്, എനിക്ക് വഹിയുണ്ട്. പക്ഷെ അത് കരുതി അദൃശ്യമറിയും, ഗൈബറിയും, നാളത്തെ കാര്യങ്ങൾ അറിയും. അത് അള്ളാന്റെ മഹത്വത്തിൽപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽപ്പെട്ടതാണ്, അത് റബ്ബിന്റെ ഗുണങ്ങളിൽപ്പെട്ടതാണ്. നാളത്തെ കാര്യം അറിയുക. അതെന്നെ പറ്റി പറയരുത്, എന്നെ കുറിച്ച് അങ്ങനെ പറയരുത്, അങ്ങനെ എന്നെ പുകഴ്ത്തരുത്, അങ്ങനെ എന്നെ വിശേഷിപ്പിക്കരുത് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ പ്രവാചകൻ ആ പെൺകുട്ടികളെ അപ്പൊ തിരുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൻ ഇബ്രാഹിം മരണപ്പെട്ടു. ഇബ്രാഹിം മരണപ്പെട്ടപ്പോ അന്ന് തന്നെ സൂര്യഗ്രഹണം ഉണ്ടായി. ഗ്രഹണം ഉണ്ടായപ്പോൾ ആൾക്കാർ പറഞ്ഞു, ആരാ മരിച്ചത്? ചില്ലറക്കാരനാ? അള്ളാന്റെ റസൂലിന്റെ മകനാ മരിച്ചിട്ടുള്ളത്. പ്രകൃതി പോലും ദുഃഖം രേഖപ്പെടുത്തുകയാ. പ്രകൃതി പോലും ദുഃഖം രേഖപ്പെടുത്തുക. സൂര്യഗ്രഹണം ഉണ്ടായത് കണ്ടോ? റസൂലിന്റെ മകൻ മരിച്ചെന്ന് സൂര്യഗ്രഹണം ഉണ്ടായി. ആൾക്കാർ പറയാൻ തുടങ്ങി. അള്ളാന്റെ റസൂല് അങ്ങനെയാണെങ്കിൽ അത് അവിടെ ഇരിക്കട്ടെ എന്ന് കരുതിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ കയറി ആളുകളോട് പറഞ്ഞു, സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ആരുടെയെങ്കിലും മരണത്തിനോ ജനനത്തിനോ ഗ്രഹണം ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരമാണ് സൂര്യനും ചന്ദ്രനും ഒക്കെ ചലിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഗ്രഹണം ഉണ്ടാകുന്നത്. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തുകയാണ്. ആളുകളുടെ വിശ്വാസത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇല്ലാത്ത മഹത്വം അള്ളാന്റെ റസൂലിന്റെ പേരിൽ കൽപ്പിക്കപ്പെടുന്ന സാഹചര്യം സ്വഹാബത്തിന്റെ മനസ്സിൽ ഇല്ലാതിരിക്കാൻ അതിന്റെ എന്തെങ്കിലും നാമ്പുകൾ കാണുമ്പോഴേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ ചികിത്സിക്കാൻ, അങ്ങനെ പറയരുത്, അള്ളാന്റെ റസൂലിനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്, അങ്ങനെ കരുതരുത്, അതല്ല പ്രവാചകൻ. ഒരിക്കലും ഒരു പ്രവാചകന്റെ മകൻ മരിച്ചു എന്ന കാരണം കൊണ്ട് സൂര്യഗ്രഹണം ഉണ്ടാവില്ല എന്ന് റസൂൽ തിരുത്താൻ. അവിശ്വാസികൾ യുദ്ധത്തിന് പോകുമ്പോ അവർക്ക് യുദ്ധത്തിൽ ഒരു ഗാംഭീര്യം കിട്ടാൻ അവരൊരു വൃക്ഷത്തിന്റെ മുകളിൽ അതിന്റെ ചുറ്റും ഇങ്ങനെ വാള് തൂക്കിയിട്ടിട്ട് ആ വാളെടുത്ത് പോയിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നു. അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, ഇജി അല്ലനാദാത്തു അൻബാത്ത്, അള്ളാന്റെ റസൂലെ ഞങ്ങൾക്കും അങ്ങനെ ഒരു മരം വേണം ബർക്കത്തെടുക്കാൻ. യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ ആ വാള് കൊണ്ടുപോയി തൂക്കിയിട്ട് അത് ആ മരത്തുമെന്നെടുത്ത് വരുമ്പോ അതിനൊരു ഒരു ഗാംഭീര്യം കിട്ടാൻ, യുദ്ധത്തിൽ ഒരു ആവേശം കിട്ടാൻ, യുദ്ധത്തിൽ ഒരു ബർക്കത്ത് ഉണ്ടാകാൻ, പോരാട്ടത്തിൽ ഒരു ബർക്കത്ത് ഉണ്ടാകാൻ, ആരോഗ്യം ഉണ്ടാകാൻ, അങ്ങനെ ബർക്കത്തെടുക്കാൻ പറ്റിയ ഒരു മരം ഞങ്ങൾക്കും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് നിങ്ങളുടെ ഈ ആവശ്യം മൂസയോട് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ അനുയായികൾ പറഞ്ഞതിന് സമാനമാണിത്. ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്കൊരാരാധ്യനുള്ളതുപോലെ ഞങ്ങൾക്കൊരാരാധ്യൻ വേണം എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ ജനത പറഞ്ഞതുപോലെയുള്ള തെറ്റായ അപകടകരമായ വിശ്വാസരംഗത്തെ ജീർണതയിലേക്ക് കൊണ്ടുപോകുന്ന, നശിപ്പിച്ചു കളയുന്ന വാദമാണ്, ആവശ്യമാണ്. നിങ്ങൾ ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തി. അള്ളാന്റെ റസൂല് അങ്ങനെ കാത്തു സൂക്ഷിച്ച് കരുതി വളർത്തി വലുതാക്കി കൊണ്ടുപോകുന്ന ജനതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് എന്ന് പറയുന്നത്. ആ സ്വഹാബത്തിൽ സ്ഖലിതങ്ങൾ ഉണ്ടായി. ആ സ്വഹാബത്തിന്റെ ഉള്ളിലേക്ക് ജൂതന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അബ്ദുല്ലാഹിബിൻ സബ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ കടന്നു വരുന്നു. അദ്ദേഹം വലിയ ഫിത്ന ഉണ്ടാക്കുന്നു. നബി കുടുംബത്തിന്റെ പേര് പറഞ്ഞ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം നമ്മുടെ നേതാവാകേണ്ടത് അബൂബക്കർ സിദ്ദീഖ് ആയിരുന്നില്ല, അലി ഇബ്നു അബി ത്വാലിബ് ആയിരുന്നു. അയാൾ സ്വകാര്യം പറയാൻ വിശ്വാസികളുടെ കൂട്ടത്തിലാണ്, മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാണ്. അബ്ദുല്ലാഹിബിൻ സബ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് ഈ സ്വകാര്യം ഇങ്ങനെ പങ്കുവച്ചു. അബൂബക്കർ അല്ല, ഒന്നാം ഖലീഫയാകേണ്ടിയിരുന്നത് അലി ഇബ്നു അബി ത്വാലിബാണ്. അബൂബക്കറും ഉമറും ഇപ്പൊ ഉസ്മാനും റളിയല്ലാഹു അൻഹും. ആ മനുഷ്യൻ പറഞ്ഞു, ഇവരൊക്കെ അലിക്ക് അവകാശപ്പെട്ടത്, അലി ഇബ്നു അബി ത്വാലിബിന് അവകാശപ്പെട്ടത് തട്ടിയെടുത്തവരാണ്. ആളുകളുടെ മനസ്സിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായി. ഒന്ന് റസൂലിന്റെ കുടുംബം, റസൂലിന്റെ കുടുംബത്തിന്റെ മഹത്വം, റസൂലിന്റെ കുടുംബത്തോടുള്ള സ്നേഹം, റസൂലിനോടുള്ള ആദരവ്, റസൂലിനോടുള്ള ബന്ധം, ഇതൊക്കെ ചൂഷണം ചെയ്ത് ഇങ്ങനൊരു വിഷം അദ്ദേഹം വ്യാപകമായി പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നു. അത് ഫലം ചെയ്തു. സത്യത്തിൽ
വലിയ മാറ്റങ്ങൾക്ക് ഇസ്ലാമിക സമൂഹം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ വിധേയമായി. രാഷ്ട്രീയമായ അന്തഛിദ്രതകൾ ഉണ്ടായി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെതിരെ ജനങ്ങൾ തിരിയുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹം വീട്ടുതടങ്കലിലാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. അതോടൊപ്പം തന്നെ നബി കുടുംബത്തിന്റെ മഹത്വം, നബി കുടുംബത്തിന്റെ ശ്രേഷ്ഠത എന്നൊക്കെ പറഞ്ഞ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിനും അദ്ദേഹത്തിന്റെ മക്കൾക്കൊക്കെ ഒരു അതിരുവിട്ട പ്രാധാന്യവും മഹത്വവും കൽപ്പിക്കുന്ന ഒരു പ്രവണത മുസ്ലിം ലോകത്ത് ആരംഭിക്കുന്നത് ഷിയഅത്തു അലി എന്ന് പറയുന്ന കക്ഷിയായി പിന്നീട് അത് രൂപാന്തരം പ്രാപിക്കുന്നത് ഷിയാക്കളിൽ നിന്ന് ഖബർ പൂജ ഉൾപ്പെടെയുള്ള അന്ധവിശ്വാസങ്ങളും ശിർക്കൻ അനാചാര പ്രവണതകളൊക്കെ പിന്നീട് പൊട്ടിപ്പുറപ്പെട്ടത്. ഇതെല്ലാം ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ ഗൗരവത്തോടുകൂടെ വായിച്ചു പോകേണ്ടുന്ന അധ്യായങ്ങളാണ്. അങ്ങനെയാ ശിർക്കുണ്ടാകുന്നത്. ഷിയാക്കളിലൂടെയാണ് ഷിർക്കുണ്ടാകുന്നത്. നബി കുടുംബത്തിന്റെ മഹത്വം പറഞ്ഞിട്ടാണ് ഷിർക്കുണ്ടാകുന്നത്. നബി കുടുംബത്തിന്റെ ശ്രേഷ്ഠത പറഞ്ഞിട്ടാണ് ഷിർക്കുണ്ടാകുന്നത്. നബി കുടുംബത്തോടുള്ള ആദരവ് ആളുകളോട് സ്വകാര്യം പറഞ്ഞ് അതിൽ നിന്നാണ് ഷിർക്കിലേക്ക് എത്തുന്നത്. പ്രത്യക്ഷത്തിൽ തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ആദ്യത്തെ പോയിന്റിൽ ഇത് ഷിർക്കാണ്, ഷിർക്കിലേക്കാണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയില്ല. എല്ലാ ഷിർക്കൻ വാദങ്ങളും അങ്ങനെയാണ്. ഷിർക്കൻ വാദങ്ങൾ കടന്നു വരുമ്പോൾ ഇത് ഷിർക്കിലേക്കാണ് എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് അപകടകരമായ വാദം വന്നു ജിന്നുമായി ബന്ധപ്പെട്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ആ വാദം കടന്നു വന്നതിൻ്റെ 1-ാം തീയതി മുജാഹിദ് പണ്ഡിതന്മാർ പറഞ്ഞു, ഇത് അപകടമാണ്, ഈ വാദം അപകടമാണ്, ഈ വാദം അപകടമാണ്. നമുക്ക് കാണാൻ കഴിയാത്ത ഒരു സൃഷ്ടിയെപ്പറ്റി നമ്മളെ സഹായിക്കുമെന്ന് കരുതിയിട്ട് എന്നെ സഹായിക്കാമോ എന്ന് ചോദിച്ചാൽ അത് നമ്മൾ കേൾക്കുന്ന പരിധിയിലുള്ള ജിന്നിനോടാണ് ചോദിക്കുന്നതെങ്കിൽ ഷിർക്കല്ല എന്ന വാദം അപകടമാണ്. എന്താണ് ആ വാദത്തിലെ അപകടം? എന്താണ്? ഞങ്ങൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? അങ്ങനെ ചോദിക്കുക. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ജിന്നെ സഹായിക്കണേ എന്ന് പറയുന്ന ആരെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഇല്ല. അത് സത്യമാണ്. ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളായി ഞങ്ങൾ മാറിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല തന്നെയാണ് ഉത്തരം. നമ്മളുടെ വാദം എന്താ? നമ്മൾ പറയുന്ന പരാതി എന്താ? നിങ്ങളിൽ ഞങ്ങൾ കാണുന്ന പ്രശ്നം എന്താണ്? ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒരു ജിന്നുണ്ട് എന്ന് കരുതി എന്നെ സഹായിക്കുമോ എന്ന് ചോദിച്ചാൽ അത് ഷിർക്കല്ല എന്ന നിങ്ങളുടെ വാദമാണ് പ്രശ്നം. അത് ഷിർക്കാണ് എന്നാണ് കേരള നദവത്തുൽ മുജാഹിദീൻ പറയുന്നത്. അത് ഷിർക്കല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. എന്തേ ഈ വാദത്തിന്റെ പ്രശ്നം എന്താണ്? ഇതിലെ അപകടം എവിടെയാണ്? ഇതെന്തുകൊണ്ടാണ്? എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഷിർക്കല്ല എന്ന് നിങ്ങൾ പറയുക? ഇതിന് ആയത്തുണ്ടോ? നമ്മൾ സമസ്തക്കാരനോട് ചോദിക്കുന്നത് പോലെ ഏത് വിഭാഗത്തോട് തർക്കം വരുമ്പോഴും നമ്മൾ എന്താ ചോദിക്കുക? ഖുർആനിൽ ആയത്തുണ്ടോ എന്ന് ചോദിക്കും. ആയത്തുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ കോഴിച്ചനയിൽ വെച്ചിട്ട് ഇവരുടെ ഒരു ഷെയ്ഖ് ഒരായത്തോതി. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് അൻആമിലെ 128-ാമത്തെ ആയത്ത്. നിങ്ങൾ ഏതെങ്കിലും വിസ്ഡം കമ്പനിയിൽപ്പെട്ട ഏതെങ്കിലും ആളോട് പരിചയം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സുഹൃത്തുക്കളിലോ ബന്ധുക്കളിലോ കുടുംബങ്ങളിലോ അയൽക്കാരുടെ കൂട്ടത്തിലോ വിസ്ഡം കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടുന്നൊരു ചോദ്യം, അള്ളാഹു അല്ലാതെ ജിന്നിനെ വിളിച്ച് സഹായം തേടുമ്പോൾ ഷിർക്കാകൂല എന്ന് പറയാൻ നിങ്ങൾ തെളിവ് ഓതിയ ആയത്താണ് സൂറത്ത് അൻആമിലെ 128-ാമത്തെ ആയത്ത്. ആ ആയത്ത് ജിന്നിനെ വിളിച്ച് സഹായം തേടിയാൽ ഷിർക്കല്ല എന്നതിന് തെളിവാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ എന്ന് വിസ്ഡത്തിൽപ്പെട്ട ആരോടെങ്കിലും നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. അത് തെളിവാണെങ്കിൽ തെളിവാണെന്ന് പറയണം. വീണ്ടും അങ്ങനെ ഒരു ആയത്ത് ഉദ്ധരിക്കണം. നമ്മൾ സുന്നികളോട് ഇന്നത് ഷിർക്കാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആയത്തോതും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും. നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കൂല. ഖുർആനിലുള്ള ആയത്ത് എത്ര വട്ടം വേണമെങ്കിൽ നമ്മൾ ആവർത്തിച്ചോതും. ഫൈസൽ മുസ്ലിയാർ എന്ന് പറയുന്ന ഇവരുടെ നേതാവ് ഷിർക്കല്ല എന്നതിന് ഖുർആനിൽ ആയത്തുണ്ടോ എന്ന് ചോദിച്ചതിന് അദ്ദേഹം ഓതിയ ആയത്ത് അദ്ദേഹമല്ലാതെ, നിങ്ങൾ ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കണം, അദ്ദേഹമല്ലാതെ ആ കൂട്ടത്തിൽപ്പെട്ട മറ്റൊരു പണ്ഡിതനും, നിങ്ങളൊന്ന് പറയും, എവിടെങ്കിലും ഒരു യൂട്യൂബിൽ ഒരു ലിങ്ക് എടുത്തിട്ടൊന്ന് കാണിച്ചു തരും. ഹുസൈൻ സലഫി ഈ ആയത്ത് ഓതിയിട്ട് ജിന്നിനോടൊരു മനുഷ്യൻ സഹായം ചോദിച്ചാൽ ഷിർക്കല്ല, സൂറത്ത് അൻആമിലെ 128-ാമത്തെ ആയത്ത് ഹുസൈൻ സലഫി പറയുന്നത്, കുഞ്ഞി മുഹമ്മദ് ബദനി പറപ്പൂര് പറയുന്നത്,
PN അബ്ദുൽ ലത്തീഫ് മദനി പറയുന്നത്, ആ കൂട്ടത്തിലുള്ള മുതിർന്ന ഏതെങ്കിലും ഉസ്താദുമാരോ പണ്ഡിതന്മാരോ ഒന്ന് പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും ഒന്ന് എടുത്ത് കാണിച്ചു തരും. ആരും പറയൂല. എന്നാൽ ഇയാൾ പറഞ്ഞത് തെറ്റാണോ? അതും പറയൂല. ഇയാൾ ദുർവ്യാഖ്യാനിച്ചതാണോ? അങ്ങനെയാണെങ്കിൽ അയാൾ ദുർവ്യാഖ്യാനിച്ചതാണ് എന്ന് പറയണം. അതല്ല ഈ ആയത്ത് തെളിവാണോ? എങ്കിൽ ആ ആയത്ത് തെളിവാണ് എന്ന് പറയണം. നിങ്ങളും ആ ആയത്ത് ഉദ്ധരിക്കണം. ആയത്താരെങ്കിലും ഉദ്ധരിക്കോ? ആരും പറയൂല. ഇയാൾ ഉദ്ധരിച്ചത് ശരിയാണെന്ന് പറയോ? ഇല്ല. തെറ്റാണെന്ന് പറയോ? ഇല്ല. അപ്പൊ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്ന് പറയാൻ ഖുർആനിൽ ആയത്തുണ്ടോ? അതിന് മറുപടി ഇല്ല. ഇങ്ങനെ ഒരു സംഘം ആളുകൾ വെറുതെ ഇങ്ങനെ നാടകങ്ങളും കാട്ടിക്കൂട്ടലുമായിട്ട് ഇങ്ങനെ ഒരു വിഭാഗം ആളുകൾ, നമുക്കൊന്നും അഭിനയിക്കാനില്ല. നിങ്ങളുടെ മുമ്പിൽ ഒന്നും അഭിനയിക്കാനില്ല. വളരെ കൃത്യമായി ക്രിസ്റ്റൽ ക്ലിയറായി നിങ്ങളുടെ റൂട്ട് തെറ്റാണ്, നിങ്ങൾ പോകുന്ന പോക്ക് തെറ്റാണ്, വിസ്ഡം വാദത്തിന്റെ അഖീദ തെറ്റാണ്. കാരണം ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല, ഹറാമേ ആകുള്ളൂ എന്നാണ് നിങ്ങളുടെ വാദം. അത് തെറ്റാണ്. ജിന്നിനോട് ഒരു മനുഷ്യൻ ഒറ്റപ്പെട്ടിട്ട് അവിടെ പരിസരത്തെവിടെങ്കിലും ഒരു ജിന്ന് ഉണ്ടാകുന്ന എഴുതിയിട്ട് എന്നെ സഹായിക്കണേ ജിന്നെ എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ്, ഷിർക്കാണ്, ഷിർക്കാണ്. മുജാഹിദുകൾക്ക് ഇതിൽ രണ്ടഭിപ്രായമില്ല. മുജാഹിദുകൾക്ക് ഇതിൽ തർക്കല്ല, ആശയക്കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ 10 വിസ്ഡംകാരന് ഒരുമിച്ചിരുത്തിയിട്ട് ഇതിലൊരു നിലപാട്, 10 വിസ്ഡംകാരന്റെ വായ കൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ ഒരേ നിലപാട് പറയുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ, വിസ്ഡം മുന്നണിയുടെ കൂടെ ഞങ്ങൾ കൂടും. ബോധമുള്ള, വിവരമുള്ള, അറബി അറിയുന്ന, ഖുർആൻ അറിയുന്ന, ആയത്തറിയുന്ന, ഹദീസ് അറിയുന്ന 10 വിസ്ഡംകാരനെ നിരത്തിയിരുത്തിയിട്ട് ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഷിർക്കാണോ ഹറാമാണോ എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു നിലപാട് പറയാൻ ഒരു 10 വിസ്ഡംകാരൻ, ആദർശപരമായ ചങ്കൂറ്റമുള്ള ഒരു 10 എണ്ണം കേരളത്തിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം കൂടും. ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? എന്തേ അങ്ങനെ ആയത്? ഒരു സംഘം പണ്ഡിതന്മാരില്ലാണ്ടാണോ? നമ്മളെപ്പോലെ, നമ്മളെക്കാൾ ഉച്ചത്തിൽ, നമ്മളെക്കാൾ ആവേശത്തിൽ സമസ്തക്കെതിരെ തൗഹീദ് പറഞ്ഞ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് ഷിർക്കിനെതിരെ പൊരുതിയവർ അവർ നിശബ്ദരാവുകയാണ്. അവർ നിശബ്ദരാവുകയാണ്, തകർന്നു പോവുകയാണ്, തളർന്നു പോവുകയാണ്. എവിടെ അപകടം സംഭവിക്കുന്നത്? എവിടെയാണ് ജീർണത സംഭവിക്കുന്നത്? വിശ്വാസത്തിലാണ്, അഖീദയിലാണ് ജീർണത വരുന്നത്. നമ്മൾ ഭയപ്പെടണം. ആർക്കെങ്കിലും അല്ല ഇതൊക്കെ സംഭവിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളെക്കാൾ ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞവർ ഈ നാട് മുഴുവൻ കൊണ്ടു നടന്ന് വലിയ വേദികൾ ഒരുക്കിയിട്ട് സമസ്തയുടെ ദർഗാ പൂജകൾക്കെതിരെ, ശിർക്കനാചാരങ്ങൾക്കെതിരെ, ഖബർ പൂജകൾക്കെതിരെ നമ്മൾ വലിയ പോരാട്ടം നടത്തിയവർ. ആ പോരാട്ടം നടത്തുമ്പോൾ നമ്മൾ മുന്നിൽ നിർത്തിയ മുന്നണി പോരാളികളുടെ വായിൽ നിന്നാണ് ജിന്നിനോടുള്ള സഹായത്തട്ടം ശിർക്കാണോ അല്ലേന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടാതെ മൗനം അവലംബിക്കുന്ന ദയനീയമായ, ദുരന്തപൂർണമായ കാഴ്ച നമുക്ക് കാണേണ്ടി വരുന്നത്. ഞാൻ അവസാനിപ്പിക്കാൻ, എനിക്ക് നിങ്ങളോട് വളരെ ഗൗരവപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനാണ്, ആളുകളെ തൗഹീദിലേക്ക് കൊണ്ടുവരാനാണ്, ഷിർക്കിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ 20 വയസ്സുള്ളവരും 50 വയസ്സുള്ളവരും 80 വയസ്സുള്ളവരും പല പ്രായത്തിലുള്ളവരും, ആണും പെണ്ണും കുട്ടിയും മുതിർന്നവരും എല്ലാവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ ആയുസ്സിനടക്ക്, നമ്മുടെ ഈ പ്രായത്തിനടക്ക്, നമ്മൾ കണ്ണടക്കുന്നതിന് മുമ്പ്, നമ്മൾ മരിക്കുന്നതിന് മുമ്പ്, ഞാനും നിങ്ങളും, നമ്മൾ ഓരോരുത്തരും മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ശ്രമഫലമായി, നമ്മുടെ അധ്വാനത്തിന്റെ ഫലമായി നമ്മൾ ഇറങ്ങിത്തിരിച്ചിട്ട്, നമ്മൾ ലഘുലേഖ കൊണ്ടുപോയി കൊടുത്തിട്ട്, നമ്മൾ പ്രചരിപ്പിച്ചിട്ട്, നമ്മൾ പ്രബോധനം ചെയ്തിട്ട്, നമ്മൾ സംസാരിച്ചിട്ട്, നമ്മുടെ അധ്വാനം കൊണ്ട് കേരളത്തിലെ ഒരു മനുഷ്യനെങ്കിലും ഷിർക്കിന്റെ വഴിയിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പാന്താവിലേക്ക് കൊണ്ടുവരാൻ, ഖബറാരാധിക്കുന്ന ഒരു മനുഷ്യനെ കൈപിടിച്ച് തൗഹീദിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ, മരണപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്ന, മരിച്ചവരോട് പ്രാർത്ഥിക്കുന്ന, മമ്പ്രത്തെ തങ്ങളെ എന്ന് വിളിക്കുന്ന, ബദരീങ്ങളെ എന്ന് വിളിക്കുന്ന 10,000-കണക്കിന് ആളുകളാണ് നമ്മുടെ പരിസരങ്ങളിലുള്ളത്. ആ വിശ്വാസം തകർന്ന് അത് ഇസ്ലാമിലുള്ള യഥാർത്ഥ വിശ്വാസം നഷ്ടപ്പെട്ട് ഇല്ലാതായി എത്രത്തോളം എത്തി എന്നത് അതിന്റെ അപകടത്തിന്റെ തീഷ്ണത അറിഞ്ഞവരും കണ്ടവരും കേട്ടവരും അനുഭവിച്ചവരുമാണ് ഞാനും നിങ്ങളും. മുദബ്ബിറുൽ ആലമാണ് സമസ്തയിലെ, സുന്നികളിലെ, ഏപ്പിക്കാരിലെ, ഈക്കക്കാരിലെ വർത്തമാനകാലത്തെ തർക്കം എന്ന് പറയുന്നത്. തമ്മിൽ തർക്കിക്കുകയാണ്.
ഒരു കൂട്ടര് 990കളിൽ മരിച്ച മടവൂരിലുള്ള ഒരു മനുഷ്യനെ കുറിച്ചിട്ട് അയാൾ മുദബ്ബിറുൽ ആലമാണ് എന്നൊരു കൂട്ടർ പറയാ. അപ്പൊ മറ്റേ കൂട്ടര് അതല്ല, അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയാ. സമസ്തയിൽ ഏപ്പിക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ഉസ്താദ് വന്നിട്ട് അയാൾ മുദബ്ബിറുൽ ആലമാണ് എന്ന് പറയാ. അപ്പൊ പേരോട് ഉസ്താദ് വന്നിട്ട് പറയാ അയാൾ മുദബ്ബിറുൽ ആലമാണ് എന്ന് പറയാൻ പാടില്ല, ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് അയാളാണ് എന്ന് പറയാൻ പാടില്ല എന്ന് പേരോട് പറയാ. അപ്പൊ മറ്റേ ആൾ വന്നിട്ട് രണ്ടാമതും പ്രസംഗിക്കുക, പേരോട് മുജാഹിദായി എന്ന് പറയാ. മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ. 990 മരണപ്പെട്ടു പോയ മടവൂർ ഷെയ്ഖ്, അവരുടെ പേരെന്താ, CM മടവൂർ എന്ന് പറയുന്ന മടവൂർ ഷെയ്ഖ്, അയാൾ ബാക്കവിയാണ്. ഒരു ബാക്കിയാത്ത് സ്വാലിഹാത്ത് എന്ന് ബിരുദം കഴിഞ്ഞ ഒരു മുസ്ലിയാരാണ് അയാള്. ബാക്കവിയാണ്. ഒരുപാട് കാലം കോഴിക്കോട് ഒരു ലോഡ്ജിന്റെ മുകളിൽ അദ്ദേഹത്തിന്റെ ചരിത്രം നിങ്ങൾ വെറുതെ വിക്കിപീഡിയയിലുണ്ട് അയാളെ കുറിച്ച്. നിങ്ങൾ നോക്ക, ഒരു ലോഡ്ജിന്റെ മുകളിൽ നിസ്കരിക്കാതെ കാലം കഴിച്ചു കൂട്ടിയ മാനസിക അസ്വസ്ഥതകൾ ഒരു കാലത്ത് പ്രകടിപ്പിച്ച ഒരു ബാക്കവി, ഒരു മുസ്ലിയാര്. ആ മുസ്ലിയാര് മരിച്ചപ്പോ അയാള് മുദബ്ബിറുൽ ആലം, നമ്മള് ഫിർഔനാണ്, ഞാൻ പടച്ചോനാണ് എന്ന് പറഞ്ഞ, ഞാൻ പടച്ചോന അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞ ഫിർഔനാണ്. ഫിർഔന് ശേഷം ചരിത്രത്തിൽ ഞാൻ പടച്ചോനാണ് എന്ന് പറഞ്ഞ അങ്ങനെ അറിയപ്പെട്ട ഒരാളെ ചരിത്രത്തിൽ നമ്മളൊന്നും പരിചയപ്പെട്ടിട്ടില്ല. ഇപ്പൊ ഒരു കൂട്ടം ആളുകൾ കൂട്ടത്തിൽ ഒരാൾ മരിച്ചപ്പോ അയാളെ ചൂണ്ടിയിട്ട് അത് പടച്ചോനാണ് എന്ന് പറയാ. ഈ അപകടത്തിന്റെ വലിപ്പം, സമസ്തക്കിടയിൽ സംഭവിച്ച, സുന്നികൾക്കിടയിൽ സംഭവിച്ച ഈ ദുരന്തത്തിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാകണം. ഒരു സമസ്തക്കാരന് അതൊരു ദൗത്യമായി, അതൊരു ലക്ഷ്യമായി നമ്മൾ അത് ഏറ്റെടുക്കണം. നമ്മുടെയൊക്കെ കുടുംബത്തിലുണ്ട്, നമ്മുടെ ഭാര്യ വീട്ടിലുണ്ട്, നമ്മുടെ ഭർത്താവിന്റെ കുടുംബക്കാരിലുണ്ട്, അയൽവാസികളിലുണ്ട്, പരിചയക്കാരിലും സുഹൃത്തുക്കളിലും സഹപ്രവർത്തകരിലും ഉണ്ട്. ജാറത്തോട് പ്രാർത്ഥിക്കുന്നത് തെറ്റല്ലെന്ന് കരുതുന്നവർ, ദർഗയിൽ പോയി കൈകൾ ഉയർത്തുന്നത് തിന്മയല്ല, ഇസ്ലാമാണ്, ദീനാണ് എന്ന് കരുതുന്നവർ നമ്മുടെ പരിചയങ്ങളിലും നമ്മുടെ പരിസരങ്ങളിലും ഉണ്ട്. ഒരാളെ ഈ ആയുഷ്കാലത്തിനിടയ്ക്ക് രക്ഷപ്പെടുത്താൻ 60 വയസ്സുവരെ 80 വയസ്സുവരെ ജീവിക്കുമ്പോ എനിക്ക് ഏറ്റവും അടുപ്പം ബന്ധമുള്ള ഒരാളെ ഞാൻ കൊണ്ടുപോയിട്ട് ഒരു വയലിന് കൊണ്ടുപോയി, ഒരു സമ്മേളനത്തിൽ കൊണ്ടുപോയി, അയാൾക്ക് ഞാനൊരു പ്രസംഗം കൊടുത്തു, ഞാൻ യൂട്യൂബിൽ നിന്നൊരു ലിങ്ക് അയച്ചു കൊടുത്തു. അങ്ങനെയാണ് അയാളുടെ മനസ്സിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശം ആ മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിച്ചത് എന്ന് പറയാൻ കഴിയുമാറ്, നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ സന്തോഷിക്കാൻ കഴിയുമാറ്. സഹോദരങ്ങളെ, ഒരൊറ്റ സംഭവം പറയുമ്പോ വആഖിറു ദഅവാന എന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ മക്കയിൽ സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുമ്പോ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ കയറി വരുന്നു. ഹുസൈൻ എന്നാണ് ആ കയറി വരുന്ന മനുഷ്യന്റെ പേര്. അദ്ദേഹം കയറി വന്നിട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, മുഹമ്മദേ, താങ്കൾ ഞങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുകയാണ്, മക്കയിൽ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നു താങ്കൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ അദ്ദേഹത്തിന്റെ സംസാരം കേട്ടിരുന്നു. അയാൾ പറഞ്ഞു, അന്നക തസുബ്ബു ആലിഹത്തന, ഞങ്ങളുടെ ദൈവങ്ങളെയൊക്കെ താങ്കൾ ചീത്ത പറയാൻ, ഒത്തദ്കുറുഹും ബിസ്സൂ, ഞങ്ങളുടെ ദൈവങ്ങളെ വളരെ മോശമായി താങ്കൾ ചിത്രീകരിക്കുകയാണ്, ഞങ്ങൾക്കിടയിൽ താങ്കൾ ഭിന്നിപ്പുണ്ടാക്കുകയാണ് എന്ന് മക്കക്കാർക്ക് റസൂലിനെ കുറിച്ച് പറയാനുള്ള പരാതികളൊക്കെ പറയാൻ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ കയറി വരുമ്പോ സ്വഹാബത്തിനോട് റസൂല് പറഞ്ഞു, നമ്മൾ ഒരു ആദർശ ശത്രുവിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് പഠിപ്പിക്കുകയാണ് അള്ളാഹിന്റെ റസൂൽ. അള്ളാഹുവിന്റെ പ്രവാചകൻ ഹുസൈൻ ഇങ്ങനെ കയറി വരുമ്പോ റസൂല് പറഞ്ഞു, ഔസിഉ ലിശ്ശൈഖ്, ഷെയ്ഖാണ് അദ്ദേഹം, ആദരിക്കപ്പെടേണ്ട ഒരാളാണ്, നിങ്ങൾ അദ്ദേഹത്തിന് ഇരിക്കാൻ സൗകര്യപ്പെടുത്തി കൊടുക്കൂ. അദ്ദേഹം വന്നു, ഇരുന്നു, എന്നിട്ടാണ് റസൂലിനോട് സംസാരിക്കുന്നത്. അള്ളാഹിന്റെ റസൂലിനോട് എല്ലാ കാര്യങ്ങളും അയാൾ സംസാരിച്ചു. ആ സംസാരിച്ച കാര്യങ്ങൾ ഓരോന്നും ഇങ്ങനെ എണ്ണി പെറുക്കിയെടുത്തിട്ട് അതിന് മറുപടി പറയാ, അത് റസൂൽ ചെയ്തില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന്റെ റസൂലിന് ആ മനുഷ്യൻ പറഞ്ഞതൊക്കെ തെറ്റാണ്, നുണയാണ് എന്ന് സ്ഥാപിച്ചിട്ട് അയാളെ തോൽപ്പിക്കല്ല വേണ്ടത്. അള്ളാഹിന്റെ റസൂലിന് വേണ്ടത് അയാളുടെ തലച്ചോറിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശം പ്രസരിപ്പിക്കുക റസൂലിന് വേണ്ടത്. അയാളുടെ സംസാരം കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട്, യാ ഹുസൈൻ, അലൈ ഹുസൈൻ, താങ്കൾ എന്നോട് സംസാരിക്കുമ്പോ ആലിഹത്തന എന്ന് താങ്കൾ പറഞ്ഞില്ലേ? ആലിഹത്തന എന്ന് പറഞ്ഞ ഞങ്ങളുടെ ദൈവങ്ങൾ എന്ന് പറഞ്ഞല്ലോ താങ്കൾ. കം തഅ്ബുദു മിന്നില, ഈ ദൈവങ്ങൾ എന്ന് പറയുമ്പോ എത്ര എണ്ണുണ്ട് താങ്കൾക്ക് ദൈവങ്ങൾ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, സബ്അത്തുൻ ഫിൽ അർദ് വവാഹിദുൻ ഫിസ് സമാ. ഭൂമിയിൽ 7 ദൈവങ്ങളുണ്ട്, ഉപരിലോകത്തൊരു ദൈവമുണ്ട്.
ഇയാൾ പറയാണ്, ഹുസൈൻ പറയാണ്, ഭൂമിയിൽ തന്നെ എനിക്ക് 7 ദൈവങ്ങളുണ്ട്, ഉപരിലോകത്തൊരു ദൈവമുണ്ട്. അള്ളാന്റെ റസൂൽ ചോദിച്ചു, ഇതാ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ വരുമ്പോൾ 7 പറഞ്ഞല്ലോ, ആരോടാ താങ്കൾ പ്രാർത്ഥിക്കുക, ആരെയാ വിളിക്കുക? അപ്പൊ അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ്, എന്താണ് അതിൽ ഇത്ര സംശയം? ബുദ്ധിമുട്ടും കഷ്ടപ്പാടും പ്രയാസങ്ങളൊക്കെ വരുമ്പോ ആരെ വിളിക്കും? മംഫിസ്സമാ, ആകാശത്തുള്ളവനെ. അള്ളാഹു റസൂൽ വൈനാഹിലൊക്കെ മാലുക്ക്, സാമ്പത്തിക പ്രയാസങ്ങൾ, പട്ടിണിയോ പ്രയാസങ്ങളോ പരിവട്ടങ്ങളോ ഒക്കെ വരുമ്പോഴോ? അപ്പൊ അയാൾ പറഞ്ഞു, അതെന്താണ് ഇങ്ങനെ ചോദിക്കാൻ? മൻഫിസ്സമാ, ഉപരിലോകത്തുള്ളവനോട്. അള്ളാന്റെ റസൂൽ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പോഴൊക്കെ ആരെയാ വിളിക്കുക, ആരോടാ പ്രാർത്ഥിക്കുക? അതിനൊക്കെ ഹുസൈൻ പറയും, മംഫിസ്സമാ, മംഫിസ്സമാ, ഉപരിലോകത്തുള്ളവനോട്, ആകാശലോകത്തുള്ളവനോട്. അള്ളാന്റെ റസൂൽ അവസാനമായി ചോദിച്ച ചോദ്യം എന്താ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഹുസൈൻ, ബുദ്ധിമുട്ടും പ്രയാസവും കഷ്ടപ്പാടും യാതനയും വേദനയും രോഗവും പട്ടിണിയും പരിവട്ടൊക്കെ വരുമ്പോ വിളിക്കാനും പറയാനും ചോദിക്കാനും കൈകൾ ഉയർത്താനുള്ളത് ഉപരിലോകത്തുള്ള സർവശക്തനായ റബ്ബാണെങ്കിൽ പിന്നൊരു 7 ഭൂമിയിൽ, അത് പിന്നെന്തിനാ? ഹുസൈൻ എഴുത്തുകാരനാണ്, ഒരു ബുദ്ധിജീവിയാണ്. അയാള് ഇരിക്കുന്ന ഇരിപ്പിടത്തുനിന്ന് എഴുന്നേറ്റു, എന്നിട്ട് മുന്നോട്ട് നടന്നു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിൽ അമർത്തിപ്പിടിച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് ഹുസൈൻ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, താങ്കൾ അള്ളാഹുവിന്റെ ദൂതനാണെന്നും ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്നും അല്ലയല്ലാതെ മറ്റാരുമില്ലെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് ഷഹാദത്ത് ചൊല്ലിയിട്ട് ഹുസൈൻ മുസ്ലിമാകാണ്. ആ സന്ദർഭത്തിൽ വികാരനിർഭരമായ ഒരു രംഗമുണ്ടായി. ഇയാൾ ഷഹാദത്ത് ചൊല്ലിയപ്പോ അള്ളാന്റെ റസൂലിന്റെ കൂടെ ഇരിക്കുന്ന സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഒളിഞ്ഞിരുന്ന ഒരാൾ, മറഞ്ഞിരുന്ന ഒരാൾ അവിടുന്ന് എഴുന്നേറ്റ് മുന്നിലേക്ക് വന്നു. ആ മുന്നിലേക്ക് വന്ന ആളുടെ പേരെന്താണെന്നറിയോ? ഇമ്രാൻ ബിൻ ഹുസൈൻ. ഇപ്പൊ ഇസ്ലാം സ്വീകരിച്ച ഹുസൈന്റെ മകൻ, നേരത്തെ ഇസ്ലാം സ്വീകരിച്ച സ്വഹാബികളുടെ കൂടെയുള്ള ഇദ്ദേഹത്തിന്റെ മകൻ ഇമ്രാൻ. ഇമ്രാൻ അവിടുന്ന് എഴുന്നേറ്റ് വന്നു. കാരണം ബാപ്പ തന്റെ കൺമുമ്പിൽ വെച്ച് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് ഷഹാദത്ത് ചൊല്ലി മുസ്ലിം ആകുന്നതിന് ഇമ്രാൻ ബിൻ ഹുസൈൻ സാക്ഷിയാവാണ്. അദ്ദേഹം അവിടുന്ന് ഓടി വന്നിട്ട് ബാപ്പാനെ കെട്ടിപ്പിടിച്ചു, ആലിംഗനം ചെയ്തിട്ട് അദ്ദേഹം തന്റെ ബാപ്പയുടെ തലയിലും നെറ്റിത്തടത്തിലും കവിൾത്തടങ്ങിലും കഴുത്തിലും നെഞ്ചത്തും വയറ്റത്തും കുനിഞ്ഞിരുന്ന് കാൽപാദങ്ങളിൽ മാറി മാറി ചുംബിച്ചുകൊണ്ടിരുന്നു, ഉമ്മ വെച്ചുകൊണ്ടിരുന്നു ഹുസൈൻ. അദ്ദേഹം ഒരു ചെറിയ കുട്ടി കരയുന്നത് പോലെ നിലവിളിച്ചുകൊണ്ടിരുന്നു. സന്തോഷം കൊണ്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ടിരുന്നു. എന്താ ഈ സന്തോഷത്തിന്റെ കാരണം എന്നറിയോ? ഈ സെക്കൻഡ് വരെ, തൊട്ട് മുമ്പത്തെ സെക്കൻഡ് വരെ ഹുസൈൻ മരണപ്പെട്ടാൽ ഇന്നഹു മയുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ, അയാൾക്ക് സ്വർഗ്ഗ ഹറാമാണ്, നരകത്തിലേക്കാ പോകുക വാപ്പ. അവിടുന്നാണ് ഈ രക്ഷപ്പെട്ടത്. അള്ളാന്റെ റസൂൽ 4 ചോദ്യം ചോദിക്കുമ്പോ ആ മനുഷ്യൻ രക്ഷപ്പെട്ടത് നരകത്തിലേക്ക് പോകുന്ന വഴിയിൽ നിന്നാണ് ഈ തിരിച്ചു വന്നത്. കേരളത്തിലെ മുഴുവൻ സമസ്തക്കാരോടും എല്ലാ സുന്നികളോടും, ആണായാലും പെണ്ണായാലും, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിലെ മുഴുവൻ സുന്നികളോടും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മുജാഹിദുകളെ നാം സംസാരിക്കണം. നിങ്ങൾ പോകുന്ന വഴി, ജാറത്തിൽ പോകുന്ന, ദർഗയിൽ പോകുന്ന, മമ്പർത്ത തങ്ങളെ എന്ന് വിളിക്കുന്ന, ബദരീങ്ങളെ എന്ന് വിളിക്കുന്ന, നബിതങ്ങളെ എന്ന് വിളിക്കുന്ന നിങ്ങൾ പോകുന്ന വഴി ശിർക്കിന്റെ വഴിയാണ്. നിങ്ങൾ അവിടുന്ന് തിരിച്ചു വന്നില്ലെങ്കിൽ എല്ലാ സങ്കടവും വേദനയും മംഫിസ്സമാ, ഉപരിലോകത്തുള്ള റബ്ബിനോട് പറയുന്ന ആദർശത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് നിങ്ങൾ മടങ്ങി വന്നിട്ടില്ലെങ്കിൽ ഇന്നഹു മയുശ്രിക് ബില്ലാഹ്, ശിർക്ക് ചെയ്യുന്നവർ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവർക്ക് സ്വർഗ്ഗം ഹറാമാണ്. വമഅവാഹുൻ നാർ, നിങ്ങൾ നരകാവകാശികളാകും. നിങ്ങൾ ഈക്കയോ, നിങ്ങൾ എപിയോ, നിങ്ങൾ സമസ്തയോ, നിങ്ങൾ സംസ്ഥാനയോ, നിങ്ങൾ ദക്ഷിണ കേരളയോ, ഏതോ സുന്നിയിലായിക്കോ, പക്ഷെ ജാറത്തിലേക്ക് നിങ്ങൾ പോകല്ലേ, ദർഗയിൽ പോകല്ലേ, മരിച്ചവരോട് പ്രാർത്ഥിക്കല്ലേ. അത് ദീനിനെതിരാണ്, ഇസ്ലാമിനെതിരാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങൾക്കെതിരാണ് എന്ന് കേരളത്തോട് പറയാനുള്ള ഒരു മഹാപ്രസ്ഥാനത്തിന്റെ പേരാണ് മുജാഹിദ് പ്രസ്ഥാനം. ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശക്തിയാകാൻ, അതിന്റെ ഊർജമാകാൻ ഈ നാട്,
എന്നും കൂടെയുണ്ട്. അതങ്ങനെ തന്നെ ഉണ്ടാകട്ടെ. നമ്മുടെ അടുത്ത തലമുറ ഇതിനേക്കാൾ ആവേശത്തോടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന രംഗത്ത്, പ്രബോധന രംഗത്ത് സജീവ സാന്നിധ്യമായി ഉണ്ടാകട്ടെ. അതിനുള്ള എല്ലാ പരിശ്രമങ്ങളും എൻ്റെ രക്ഷിതാക്കളുടെയും ചെറുപ്പക്കാരുടെയും സഹോദരിമാരുടെയും ഉമ്മമാരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണേ എന്ന് വളരെ വിനീതമായി ആവശ്യപ്പെട്ടുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട്, എൻ്റെ വാക്കുകൾ കേട്ടതിന് എൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും നിങ്ങളെ അറിയിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.